നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ചൊരു ചെറിയ ആമുഖം പറഞ്ഞിട്ട് ഞാൻ ഈ വാക്യത്തിലേക്ക് പെട്ടെന്ന് വരാം. ധന്യനായ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളുടെ കൂട്ടത്തിൽ ദൈവശാസ്ത്ര വീക്ഷണം അനുസരിച്ച് അന്ത്യകാല ശാസ്ത്ര ലേഖനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ എസ്കറ്റോളജിക്കൽ എപ്പീസ്റ്റൽസ് എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് ലേഖനങ്ങളേ ഉള്ളൂ. അത് തെസ്സലോനിക്ക ലേഖനങ്ങളാണ്. എന്തുകൊണ്ടാണ് അവയെ അങ്ങനെ വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയുടെ കാര്യകാരണ സഹിതമായ വിശദീകരണങ്ങൾ ഈ രണ്ട് ലേഖനങ്ങളാണ് പറയുന്നത്. വിശേഷിച്ച് ഈ ഒന്നാം ലേഖനം 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് മനപ്പാടം അറിയാവുന്ന വാക്യം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ ഓർഡറൊക്കെ തെസ്സലോനിക്ക ലേഖനത്തിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. കാഹളത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പെട്ടെന്ന് അന്ത്യകാഹളം നാദത്തിങ്കൽ കണ്ണിമയ്ക്കുന്നിടയിൽ നാം രൂപാന്തരപ്പെടും, മരിച്ചവരെ അക്ഷയരായി ഉയർക്കുമെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഓർഡർ കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം എന്നൊക്കെ പറയുന്നത് തെസ്സലോനിക്ക ലേഖനത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനങ്ങളെ അന്ത്യകാല ശാസ്ത്ര ലേഖനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ ലേഖനം എഴുതപ്പെട്ട ഈ തെസ്സലോനിക്ക സഭ വലിയ പീഡനത്തിനകത്തൂടെ പോയ ഒരു സഭയാണ്. 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യവും 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യവും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ പൗലോസൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ ഭയപ്പെട്ടു. 1 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വ്യർത്ഥമായി പോയോ എന്ന് ഞാൻ ഭയപ്പെട്ടു. റെഫറൻസുകൾ എന്നോടൊപ്പം പെട്ടെന്ന് വരുവാണ്, നല്ലതാണ്. 1 തെസ്സലോനിക്ക ലേഖനം 3-4-5 ഞങ്ങൾ ഭയപ്പെട്ടു എന്നാണ് അവിടെ പറയുന്നത്. അപ്പം പൗലോസിനെ പോലും പേടിപ്പിക്കത്തക്ക വിധത്തില് കാര്യങ്ങൾ അവിടെ ഗുരുതരമായി. അതാ വാക്യം ശ്രദ്ധിച്ചേ. ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചു കൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്ന് ഭയപ്പെട്ടിട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളിനെ അയച്ചു. പേടിച്ചു മോനെ, എനിക്ക് ഇതിൽ റെഫറൻസ് മാറുന്നില്ല, അതുകൂടെ കാണിക്കണം, നല്ലതാണ്. പേടിച്ചു. അപ്പൊ അത്ര വലിയ പ്രോബ്ലമാണ് തെസ്സലോനിക്ക സഭ നേരിട്ടത്. അത് ഒന്നുകൂടെ മനസ്സിലാക്കാൻ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ എന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ ഭയങ്കര പീഡനത്തിനകത്തുകൂടെ പോകുന്ന തെസ്സലോനിക്ക സഭയോട് പറയുകയാണ്, നമ്മളെ വിളിച്ചതിനൊരു ഉദ്ദേശമുണ്ട്. എന്നാ ഉദ്ദേശം? അതാ നമ്മുടെ ചിന്ത. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനാണ്. ഒരാമേൻ പറഞ്ഞാണ്. നമ്മളെ വിളിച്ചതിന്റെ ഉദ്ദേശം എന്നാ? ഉച്ചത്തിലൊന്ന് പറഞ്ഞോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കണം. നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല, ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയല്ല. അതൊക്കെ നല്ലത് തന്നെ, അതെല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കുന്നത്. പക്ഷെ നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ വേണ്ടിയാണ്. ഇതിനെ 2 നിലകളിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, രക്ഷയുടെ ഭാവികമായ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുക എന്ന് പറയുന്നത്. 2, നമ്മുടെ വിളിയുടെ ആത്യന്തികമായ ലക്ഷ്യമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുക എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ മഹത്വം എന്താണെന്നൊന്ന് പറയാൻ പോവുകയാണ്. മഹത്വം എന്താണ്? ഒരുപക്ഷെ ഒത്തിരി പ്രാവശ്യം ഈ മഹത്വം എന്ന പ്രസംഗം ഇവിടെ കേൾക്കാൻ സാധ്യതയുണ്ട്. എന്താണ് വാസ്തവത്തിൽ മഹത്വം? ഞാൻ അതിന്റെ ആ വാക്കാദ്യം പരിചയപ്പെടുത്താം. മലയാളത്തിൽ മഹത്വം എന്നും അപ്പോൾ തന്നെ തേജസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് മലയാളത്തിന്റെ ഭാഷയുടെ ഒരു സവിശേഷതയാണ്. ഒരേ കാര്യം പറയാൻ പല പദങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മലയാളമായിരിക്കും. കാരണം സൂര്യനെ കുറിച്ചൊന്ന് പറയാൻ നോക്കിയേ.
നമുക്ക് എത്ര പദങ്ങളുണ്ട് അല്ലെ? സമുദ്രത്തെക്കുറിച്ചൊന്ന് പറയാൻ നോക്കിയേ, നമുക്ക് എത്ര പദങ്ങളുണ്ട്. ആകാശത്തെക്കുറിച്ചൊന്ന് പറയാൻ നോക്കിയേ, നമുക്ക് എത്ര പദങ്ങളുണ്ട്. ഇനി ഭൂമിയെക്കുറിച്ചൊന്ന് പറഞ്ഞു നോക്കിയേ, നമുക്ക് എത്ര പദങ്ങളുണ്ട് ആ വാക്കൊന്ന് പറയാൻ. ഇതുപോലെ മഹത്വം, തേജസ് എല്ലാം ഒറ്റ കാര്യമാണ് പറയുന്നത്, ഗ്ലോറി. അപ്പൊ മലയാളത്തിൽ മഹത്വം, മലയാളത്തിൽ തേജസ്, അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഗ്ലോറിയാണ്. ഇനി അത് ഹീബ്രുവിൽ നമ്മൾ ചിന്തിച്ചാൽ അത് കബോധാണ്, കബോധ്. ഇനി അത് നമ്മൾ ഗ്രീക്കിൽ ചിന്തിച്ചാൽ അത് ഡോക്സ ആണ്. അപ്പൊ ഈ കബോധ് അല്ലെങ്കിൽ ഗ്ലോറി, അതല്ലെങ്കിൽ ഡോക്സ, ഇതിനെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? അതിനെ അല്പം കൂടെ വിശദീകരിക്കുക. അപ്പൊ ഡോക്സ എന്ന് പറഞ്ഞാൽ ഒരാൾ മനസ്സിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഗ്ലോറി എന്ന് പറയുമ്പോഴും മനസ്സിലാക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അതുപോലെ കബോധ് എന്ന് പറയുമ്പോഴും മനസ്സിലാക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അതിന് ചില മീനിങ്ങുകൾ ഞാൻ പറയാം. സ്പ്ലെൻഡർ, ഈ കബോധിന്റെ ഡോക്സൈഡ് മീനിങ്ങുകളാണ്. സ്പ്ലെൻഡർ, മറ്റൊന്ന് ബ്രൈറ്റ്നസ്, വേറൊന്ന് എക്സലൻസ്, മറ്റൊന്ന് ഡിഗ്നിറ്റി എന്ന് പറയുന്നത്, വേറൊന്ന് മജസ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബ്രൈറ്റ്നസ് പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. നമ്മൾ ബ്രൈറ്റ്നസ് പ്രാപിക്കാൻ പോവാ. നിങ്ങൾ മിണ്ടുന്നില്ല. ഭാവനയിൽ അതൊന്ന് കണ്ടേ, നമ്മൾ എന്നാ പ്രാപിക്കാൻ പോന്നേ? ഉച്ചത്തി പറഞ്ഞേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബ്രൈറ്റ്നസ് പ്രാപിക്കാൻ പോവുക. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബ്രൈറ്റ്നസ് പ്രാപിക്കാൻ പോവുകയാണ്. ഇനി ഞാൻ ഈ പറയുന്ന മഹത്വം, തേജസ്, കാബോധ്, ഡോക്സ എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനെ കുറച്ചുകൂടെ ഒന്ന് വിപുലീകരിച്ച് പറയാൻ പോവാ. വിശാലമായ അർത്ഥങ്ങളാണുള്ളത്. ഒരുപക്ഷെ ഒരു 10-15 അർത്ഥങ്ങളൊക്കെ മലയാളത്തിൽ നിന്ന് പറയാനായിട്ട് കഴിയും. ഞാൻ അതൊന്ന് പറയാം, നിങ്ങളതൊന്ന് ഭാവന കണ്ടാൽ മതി. ഗാംഭീര്യം, ശോഭ, കാന്തി, ഭാസുരത്വം, പ്രതാപശക്തി, തിളക്കം, തെളിച്ചം, മേന്മ, മഹിമ, ഉത്കൃഷ്ടത, പ്രഭാവം, കുലീനത, മാഹാത്മ്യം, ശ്രേഷ്ഠത, ഐശ്വര്യം, വല്ലഭത്വം. ചുമ്മാ ഒന്ന് പറഞ്ഞു പോയിക്കേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വല്ലഭത്വം പ്രാപിപ്പാനാണ് ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചേക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗാംഭീര്യം പ്രാപിപ്പാനാണ് ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചേക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭാസുരത്വം പ്രാപിപ്പാൻ വേണ്ടിയാണ് ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാന്തി പ്രാപിപ്പാൻ വേണ്ടിയാണ് ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നത്. അതൊന്ന് ഭാവന കണ്ടു തുടങ്ങിയാൽ നിങ്ങൾ ഇവിടെ ഇരിക്കത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം ഇതൊരു വലിയ സംഭവമാണ്. ഇനി ഞാൻ ഈ മഹത്വത്തെ, ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഗാംഭീര്യം, കാന്തി, ശോഭ, ഭാസുരത്വം, പ്രതാപശക്തി എന്നൊക്കെ പറയുന്ന ആ സംഭവം ഉണ്ടല്ലോ, അത് ഈ പുസ്തകത്തിൽ പറയുന്നത് ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുന്നത് പോലെ വ്യക്തമാക്കാം. നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു വാക്യമാണ് 1 തിമോഥെയോസ് ലേഖനം 3-ാം അധ്യായം 6-ാം അധ്യായം 15-16 വാക്യങ്ങൾ. അത് വാസ്തവത്തിൽ നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു വാക്യം കേട്ടോ. അത് കാണാതെ പഠിക്കണം. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്ന വാക്യങ്ങളാണ്. 1 തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ കാണാതെ പഠിക്കണം എന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാം. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും, ഞാനതങ്ങ് പറഞ്ഞു പോവാമേ. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും, താൻ മാത്രം അമർത്യതയുള്ളവനും, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും, മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞു വയ്ക്കേ. നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാ. നമ്മുടെ ദൈവത്തെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എങ്ങനെയാ? ഉച്ചത്തിൽ പറ, എല്ലാരും കൂടെ ചേർന്ന് പറ. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും, താൻ മാത്രം അമർത്യതയുള്ളവനും, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും, മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവത്തെ ഒന്നുകൂടെ പറഞ്ഞേ. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും, താൻ മാത്രം അമർത്യതയുള്ളവനും, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും, മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ. അതിൽ ഗ്ലോറിയെ പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ എന്നുള്ളതാണ്. നമ്മൾ പറയത്തില്ലേ മഹത്വം, ദൈവത്തിന്റെ മഹത്വം എന്ന് പറയത്തില്ലേ, ആ മഹത്വമാണ് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നത്. എല്ലാവരും കൂടെ പറഞ്ഞേ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. അത് ഒരു പക്ഷെങ്കിൽ മലയാളത്തിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട് ചില ഇംഗ്ലീഷ് പരിഭാഷകൾ എഴുതിയിട്ടുണ്ട്. ഹി ലീവ്സ് ഇൻ ലൈറ്റ് സോ ബ്രൈറ്റ് ദാറ്റ് പീപ്പിൾ cannot go near it. ഒരു മനുഷ്യനും സമീപിക്കുവാൻ
കഴിയുന്നതിനപ്പുറത്തുള്ള വെളിച്ചത്തിൽ അധിവസിക്കുന്നവൻ. ആ വെളിച്ചത്തെ വിളിക്കുന്ന പേരാണ് മഹത്വം. ഇവിടെ ഈ സ്റ്റേജില് ഒത്തിരി ലൈറ്റ് ഉണ്ട്. മോനെ ആരെങ്കിലും ഒന്ന് കയറി വന്നാണ്. ഇനി വന്നേ, ആ സൈഡിൽ ഇരിക്കുന്ന മോനെ കയറിയോ. ഞാൻ ഈ ലൈറ്റിന്റെ പ്രശ്നം പറയാൻ തോന്നുന്നു. ഓടിയോ 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 ഓടിയോ. സ്വതന്ത്രം ഉപവാസം വേണോ? ഉപവാസം വേണോ? ഉപവാസം വേണോ? ഫാസ്റ്റിംഗ് ആണോ? അല്ല, അതുകൊണ്ട് ആ ലൈറ്റിലോട്ട് നോക്കി ഒരു 10 സെക്കൻഡ് മതി. ഇനി ഈ ആൾക്കൂട്ടത്തിലൊന്ന് നോക്കി. ആരെങ്കിലും കാണാമെന്ന് പറഞ്ഞു. മുഖം കാണാം, അതാ വിഷയം. ഈ ലൈറ്റ് അത് എത്ര വോൾട്ടാന്ന് എനിക്കറിയത്തില്ല. ഒരു 50 100 ഒക്കെ ആട്ടെ. ഈ 100 വോൾട്ട് ലൈറ്റിലേക്ക് ഒരു 10 സെക്കൻഡ് സൂക്ഷിച്ചു നോക്കിയിട്ട് സദസ്സിലേക്ക് നോക്കിയാൽ ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റയാളിന്റെ മുഖം ക്ലിയർ ആവത്തില്ല. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം കാണാവുന്നല്ല, നിങ്ങളുടെ മുഖം കാണാൻ പറ്റത്തില്ല. അതിന്റെ കാരണം വെളിച്ചത്തിന്റെ തീവ്രതയിൽ നമുക്കുണ്ടാകുന്നത് കാഴ്ചയല്ല, വെളിച്ചത്തിന്റെ തീവ്രതയിൽ നമുക്കുണ്ടാകുന്നത് അന്ധതയാണ്. പിടികിട്ടുന്നുണ്ടോ? വെളിച്ചത്തിന്റെ വർധനവിൽ നമുക്കുണ്ടാകുന്നത് കാഴ്ചയല്ല, പിന്നെ അന്ധതയാണ്. കാരണം ഈ ഒരു ലൈറ്റ് പോലും നമുക്ക് റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിലാണ് വസിക്കുന്നതെന്ന് പറയുമ്പോൾ, മനുഷ്യൻ ആ വെളിച്ചത്തോട് സമീപിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, നമ്മുടെ ഈ ശരീരം കൊണ്ട്, ഈ കണ്ണുകൊണ്ട് നമുക്ക് വെളിച്ചത്തിന്റെ അടുക്ക പോകാൻ പറ്റത്തില്ലെന്ന്, അത് റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഇല്ലെന്ന്. ഇതാണ് ഗ്ലോറി. അല്ലാതെ നമ്മൾ ഈ ആരാധന ഇരുന്ന് ഗ്ലോറി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതാണ് സാധനം. അല്ലാതെ ഇത് ചുമ്മാ നമ്മൾ പറയാനുള്ള ഒരു സംഭവമല്ല, ഇതിനകത്തൊരു വലിയ സംഗതി കിടപ്പുണ്ട്. രാമൻ പറഞ്ഞാട്ടെ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. ഇനി ഞാൻ അതിനെ കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കാം. ഈ ബിജു പാസ്റ്ററും ലോഡ്സനും ഒക്കെ ഒത്തിരി സഞ്ചരിക്കുന്നവരാ. ഞങ്ങളെല്ലാം നിരന്തരമായി സഞ്ചരിക്കുന്നവരാ. സ്വതന്ത്രം ഈ ലോകത്തിന്റെ ഒരുപാട് രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് ബിജു പാസ്റ്ററെ, സൂര്യൻ ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് പ്രകാശിക്കുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. അത്രയും സൂര്യൻ പ്രകാശിക്കുന്ന ഒരിടം വേറെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരു നട്ടുച്ചയ്ക്ക് ഒരു 12 മണിക്കൊക്കെ പുറത്തോട്ട് ഇറങ്ങിയാൽ ഭയങ്കര വെളിച്ചമാണ്. സാധാരണയേക്കാൾ ബ്രൈറ്റ്നെസ് ആണ് ആ സൂര്യന്. പൗലോസ് മിഡിൽ ഈസ്റ്റിലാണ് നിൽക്കുന്നത്, ദമാസ്കസിൽ. ആമേൻ. പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. നട്ടുച്ച സൂര്യനെ കവിയുന്ന ഒരു വെളിച്ചം. ലോകത്തിൽ ഏറ്റവും അധികം സൂര്യൻ ബ്രൈറ്റായിട്ട് പ്രകാശിക്കുന്ന ഇടത്ത് നിന്ന് പറയുകയാണ്, ആ നട്ടുച്ച സൂര്യനെ കവിയുന്ന ഒരു വെളിച്ചം. ആ വെളിച്ചത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ മനുഷ്യന്റെ കണ്ണിൽ ആ വെളിച്ചം അടിച്ചിട്ട് പുള്ളിയുടെ കാഴ്ച പോയി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ആ ഗ്ലോറി എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കി. അതിന്റെ പേരാ ഗ്ലോറി. സൂര്യനെ കവിയുന്ന വെളിച്ചം, അതാണ് ഗ്ലോറി. ഇനി അങ്ങനെയും പറഞ്ഞാൽ പോരാ, അതിനെ കുറച്ചുകൂടെ ഒന്ന് പറയണം. ശരിക്കും ഈ ഗ്ലോറി അങ്ങോട്ട് റിവീൽ ആകുമുണ്ടല്ലോ, ബൈബിള് പറയുന്നത് സൂര്യൻ ലജ്ജിക്കുകയും ചന്ദ്രൻ നാണിക്കുകയും ചെയ്യുന്ന. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? ഇതൊന്ന് ഭാവന കണ്ട് കൂടെ പോരണേ. ഗ്ലോറി റിവീൽ ആകുമ്പോ സൂര്യൻ ലജ്ജിക്കും, ചന്ദ്രൻ നാണിക്കും. ചന്ദ്രനെ നാണിപ്പിക്കുന്ന വിധത്തിലുള്ള ഒന്നാണ് ഗ്ലോറി. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ
യെശയ്യാ പ്രവചനം 24-ാം അധ്യായം 23-ാമത്തെ വാക്യം നോക്കിയാൽ മതി. പെട്ടെന്ന്. സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും വാഴുകയാലും അവന്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. നിങ്ങൾ ആ സ്ക്രീനിലോട്ട് നോക്കിക്കേ. ബൈബിളിൽ എഴുതുന്നവരും വരയ്ക്കുന്നവരും ഒക്കെ ചെയ്തോണം കേട്ടോ. എന്നാ മൂപ്പന്മാരുടെ മുൻപിൽ തേജസ് ഉണ്ടാകുമ്പോ ചന്ദ്രന് നാണം വരും, സൂര്യന് ലജ്ജിക്കും. കാര്യം എന്നാന്നറിയോ? സൂര്യൻ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാടാ ലോകത്തിലെ ഏറ്റവും വലിയ വെളിച്ചമെന്ന്. തേജസ് കണ്ടപ്പോ സൂര്യന് മനസ്സിലായി ഒന്നുമല്ല, സൂര്യന് നാണം വന്നു. ചന്ദ്രൻ പറയുന്നത് ഞാനാണ് രാത്രിയിലെ ഏറ്റവും വലിയ പ്രകാശം. പക്ഷെ ഗ്ലോറി റിവീലായപ്പോ ചന്ദ്രന് ലജ്ജ വന്നു. ഓ ജീസസ്. ഞാൻ ആത്മാവിൽ പറയാം, സൂര്യനെ നാണിപ്പിക്കുന്ന, ചന്ദ്രനെ ലജ്ജിപ്പിക്കുന്ന ഗ്ലോറി നമ്മുടെ മേൽ വരാൻ പോവാ. നിങ്ങൾ ആത്മാവിൽ കാണാൻ പറ്റുമോ അത്? ഗ്ലോറി. ഈ പണ്ടൊരു ദേവദാസന് പാടിയൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ഉണ്ട് കേട്ടോ. അദ്ദേഹം ഇതുപോലെ ഒരു യോഗത്തിന് പോയിരിക്കുക. ഇന്നത്തെ ട്രെൻഡ് ഒന്നും അല്ല, അന്നത്തെ യോഗത്തിന്. പുള്ളി ഇങ്ങനെ യോഗത്തിന് ചെന്നിരുന്നപ്പോ അങ്ങനെ വന്നിരിക്കുന്നവർക്ക് ഇരിക്കുന്ന ഇരിപ്പ് സാക്ഷ്യം പറയാൻ അവസരം കൊടുക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ പുള്ളി യോഗത്തിന് വന്നിരിക്കുമ്പോ അത് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഉപദേശി ഫ്രണ്ടിലിരിക്കുന്ന ഈ മനുഷ്യനെ കണ്ടിട്ട് ചോദിക്കുക, ദേ കൂശിനെ പോലെ ഒരുത്തൻ ഇരിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പുള്ളി സെക്കൻഡിൽ അങ്ങ് ചാടി എഴുന്നേറ്റു. പുള്ളി നിന്നൊരു പാട്ടങ്ങ് പാടി. നമ്മൾ ഈ നിമിഷ കവി എന്നൊക്കെ പറയത്തില്ലേ, നിമിഷ കവി, അങ്ങനെ പുള്ളി ഒരു പാട്ടങ്ങ് പാടി. നീതി സൂര്യൻ വരുമ്പോൾ താൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നീറം മാറിടുമേ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും, കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും, എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഗ്ലോറി എന്താ ചെയ്യുന്നതെന്നാ പുള്ളി പറഞ്ഞേ. പാട്ടെഴുതിയ പാസ്റ്ററുടെ പേരാണ് വേട്ടമല ഫിലിപ്പോസ് ഉപദേശി. അദ്ദേഹം സെക്കൻഡുകൾ കൊണ്ട് പാടിയതാ. നീതി സൂര്യൻ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, സ്തോത്രം, ആമേൻ, ഫ്രണ്ടിലിരിക്കുന്ന ആളെ കുറിച്ചല്ലേ അദ്ദേഹം പറയുക, ഇരുൾനിറ എനിക്ക് ഇവിടെ വരെ ഉള്ളൂ, നീതി സൂര്യൻ വരുമ്പോ എനിക്ക് ഇരുൾനിറ ഉണ്ടാകത്തില്ല, അവിടുത്തെ പ്രഭയുടെ കാന്തി എന്റെ മേൽ വരും. എന്റെ ഇന്ന് പകലിലെ ഗ്ലോറിയുടെ റെവലേഷൻ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ മേൽ സ്വർഗ്ഗം പകരാൻ പോകുകയാണ്. ഞാൻ വളരെ നിയോഗത്തോടെ പറയാം, ഗ്ലോറി കണ്ടവനെ തൊടാൻ പിശാചിന് പറ്റത്തില്ല. ഗ്ലോറി കണ്ടവനെ നിരാശപ്പെടുത്താൻ പിശാചിന് പറ്റത്തില്ല. ഗ്ലോറി കണ്ടവനെ വിശ്വാസത്യാഗിയാക്കാൻ പിശാചിന് പറ്റത്തില്ല. കാരണം അവൻ ഗ്ലോറി കണ്ടു. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഗ്ലോറിയുടെ റെവലേഷൻ ഉണ്ടാകണം. ഞാനത് വെറുതെ പറയുന്നതല്ല കേട്ടോ, ഞാൻ ചുമ്മാ നിങ്ങളെ കൈയടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ എപ്പോഴും എൻ്റെ മിനിസ്ട്രിയിൽ ജെനുവിനാകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതായത് പറയുന്ന കാര്യം ആക്യുറേറ്റ് ആയിരിക്കണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്.
അതുകൊണ്ട് ഞാൻ പരമാവധി അതിന് ഒരു തെളിവ് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കും. ഞാൻ ഈ ഗ്ലോറി കണ്ടവനെ നിരാശപ്പെടുത്താൻ പറ്റത്തില്ലെന്ന് വെറുതെ പറഞ്ഞല്ല. ഈ ബൈബിളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഞാൻ കണ്ട സ്ട്രോങ് പ്രാർത്ഥനകളെല്ലാം മുട്ടുകുത്തിയാ പ്രാർത്ഥിച്ചേ. സ്ട്രോങ് പ്രാർത്ഥനകളെല്ലാം മുട്ടുകുത്തിയ. കർമ്മേൽ പർവ്വതത്തിൽ തീ ഇറക്കിയപ്പോൾ ഏലിയാവ് അങ്ങനെ പ്രാർത്ഥിച്ചേ, മുട്ടുകുത്തിയ. ശലോമോന്റെ ആലയത്തിൽ മഹത്വം ഇറങ്ങിയ സമയത്ത് അദ്ദേഹം എങ്ങനെ പ്രാർത്ഥിച്ചേ, മുട്ടുകുത്തിയ. എസ്രയുടെ കാലഘട്ടത്തിൽ എസ്ര എങ്ങനെ പ്രാർത്ഥിച്ചേ, മുട്ടുകുത്തിയ. മുട്ടുകുത്തി പ്രാർത്ഥിച്ചിടത്തെല്ലാം ഭയങ്കര ഡെലിവറൻസാ. സിംഹക്കുഴിയുടെ വാതിൽ തുറന്നിട്ടും സിംഹത്തിന്റെ ഗുഹയിൽ എറിയപ്പെട്ടിട്ടും ദാനിയേലിനെ സിംഹം തൊടാഞ്ഞതിന്റെ കാരണം ഇതാണ്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, മുമ്പേ താൻ ചെയ്തു വന്നതുപോലെ ആമേൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചു. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഇനി ഞാൻ പറയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത് മുട്ടുകുത്തിയ. ഗെത്സമനിലെ പ്രാർത്ഥനയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവിടെ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ജീസസ്. പത്രോസ് ഈ തബീഥയെ എഴുന്നേൽപ്പിച്ചില്ലേ, ആ എഴുന്നേൽപ്പിച്ച സമയത്തും മുട്ടുകുത്തിയ പ്രാർത്ഥിച്ചു. പൗലോസ് രണ്ടിടത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചതായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 20-ലും 21-ലും ഉണ്ട്. അവരെല്ലാവരോടും കൂടെ സ്ത്രീകളും കുട്ടികളുമായി കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇവരെല്ലാം മുട്ടുകുത്തിയാ പ്രാർത്ഥിച്ചത്. ഈ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിടത്തെല്ലാം ഭയങ്കര ഡെലിവറൻസാണ്. എന്നാൽ ആ ഡെലിവറൻസിന് വേണ്ടി ആമേൻ നിൽക്കാതെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ഒരു മനുഷ്യനുണ്ട്. ആമേൻ. ആ മനുഷ്യൻ അതെന്തിനാ അങ്ങനെ പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഗ്ലോറി കണ്ടു. അത് പറയാനേ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ആ പ്രാർത്ഥിച്ച മനുഷ്യന്റെ പേര് സ്തേഫാനോസ് എന്നാ. അമ്മേ, നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം വായിച്ചാൽ, സ്തോത്രം, ദൈവമഹത്വത്തെയും അമേ പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന പുത്രനെയും കണ്ടു. ഈ മനുഷ്യൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചത്, കർത്താവേ, ഈ കല്ലെറിയാൻ വന്നവന്മാരെ എല്ലാം തട്ടിയേക്കണേ എന്നല്ല, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. സ്തേഫാനോസെ അങ്ങെന്തിനാ അങ്ങനെ പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, മോനെ, ഞാൻ മഹത്വം കണ്ടു. ഞാനതാ പറഞ്ഞത്, മഹത്വം കണ്ടവന് പിന്നെ ജീവിക്കണമെന്നുള്ള കൊതിയല്ല, മഹത്വം കണ്ടവന് പിന്നെ മരിച്ചാ മതി എന്നുള്ള ചിന്തയാ. കാരണം മഹത്വത്തിലേക്ക് അങ്ങ് കേറിയാ മതി. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ആത്മാവിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. വിശ്വാസ ജീവിതത്തിൽ ക്ഷീണം ഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം, എനിക്ക് മഹത്വത്തിന്റെ വെളിപ്പാട് വേണം. ശബ്ദം ഉയർത്തി കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചാട്ടെ. താങ്ക് യു ജീസസ്. അപ്പോ ദൈവത്തിന് ചുറ്റുമുള്ള ആ പ്രകാശത്തെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന പേരാണ് ഗ്ലോറി, മഹത്വം. 2 ശമൂവേലിന്റെ പുസ്തകം 22:13 അത് നമ്മൾ കാണുന്നുണ്ട്. അവന്റെ മുൻപിലുള്ള പ്രകാശത്താൽ തീക്കനൽ ജ്വലിച്ചു. അവന്റെ മുൻപിൽ പ്രകാശം ഉണ്ടായിരുന്നു. അതാണ് ഗ്ലോറി. സങ്കീർത്തനം 18:12 വരുമ്പോൾ അവന്റെ മുൻപിലുള്ള പ്രകാശത്താൽ ആലിപ്പഴവും തീക്കനലും അവന്റെ മേഘങ്ങളിൽ കൂടെ പൊഴിഞ്ഞു. അതാണ് ഗ്ലോറി. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ ഗ്ലോറിയെ കുറിച്ച് പറയുന്ന, നഗരത്തെ പ്രകാശിപ്പിക്കാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. സൂര്യൻ പ്രകാശിക്കുന്നതിനേക്കാൾ, ചന്ദ്രൻ പ്രകാശിക്കുന്നതിനേക്കാൾ വലിയ വെളിച്ചമാണ് ഗ്ലോറിയുടെ വെളിച്ചം. ഈ നിത്യതയുടെ പകലിനെ കുറിച്ച് യെശയ്യാ പ്രവചനത്തിൽ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? 7 പകലിന്റെ വെളിച്ചം പോലെ. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ ഏതാണ്ട് നട്ടുച്ചയാ, 12:45 നട്ടുച്ചയാണ്. ഈ സമയത്ത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് നല്ല സൂര്യപ്രകാശത്തെ കാണാം. എന്നാൽ നിത്യതയുടെ ഒരു പകൽ എന്ന് പറയുന്നത് നമ്മുടെ പകൽ പോലല്ല.
നമ്മുടെ ഇപ്പൊ പുറത്ത് കാണുന്ന പകലുണ്ടല്ലോ, അത് 7 മടങ്ങ് പ്രകാശിച്ചാൽ എങ്ങനാണോ, അതാണ് നിത്യതയുടെ ഒരു പകൽ. ഓ, അത് ഗ്ലോറി. എന്നിടപ്പ് ഉണ്ടെങ്കിൽ ഒരാമയം പറ. നിത്യതയിലെ രാത്രി എങ്ങനെ ആയിരിക്കും എന്നറിയോ? നമ്മുടെ പകല് പോലെയാ. യെശയ്യാപ്രവചനം 30 അധ്യായത്തിൽ നിങ്ങൾക്കത് കാണാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത് രാത്രി അവിടെ ഇല്ല. നിത്യതയിൽ രാത്രിയില്ല. കാരണം അവിടെ ഗ്ലോറിയിലാണ് എല്ലാവരും. ശബ്ദമുയർത്തി ഒരാമയം പറഞ്ഞാട്ട്. ഈ സങ്കീർത്തനം 104:2 നമ്മൾ വായിക്കുന്നുണ്ട്, വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു. ഈ കർത്താവൻദാസൻ രാജപത്ര പാസ്റ്റർ ഇവിടെ വന്നെന്ന് ഞാൻ മനസ്സിലാക്കുക, പാസ്റ്റർ പറഞ്ഞതുകൊണ്ട്. ഈ കർത്താവൻദാസൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു വാക്കുണ്ട്, തേജസ് വാരി ചുറ്റിയവനെ. ഇവിടെ പറഞ്ഞു കാണും, എല്ലാ മെസ്സേജിലും പറയും തേജസ് വാരി ചുറ്റിയവനെ. അത് ഇവിടെ നിന്നാണ്. വസ്ത്രം ധരിക്കുന്നത് പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു. ആ പ്രകാശത്തെ ധരിച്ചേക്കുക. ഇത് ഗ്ലോറി. പോള് പറയാ, എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മളെ വിളിച്ചത് എന്തിനാണെന്നറിയോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാൻ വേണ്ടിയാ. രാമൻ പറഞ്ഞാട്ടെ. ഇത് നഷ്ടക്കച്ചവടമല്ല കേട്ടോ. വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ചത് നഷ്ടക്കച്ചവടമല്ല. അതുകൊണ്ട് നഷ്ടം വന്നതുപോലെ ഇരിക്കണ്ട. നമ്മളെ വിളിച്ചത് മഹത്വം പ്രാപിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയും, ഇവിടെ ചിലപ്പോൾ നമുക്ക് അതിന്റെ വില അങ്ങോട്ട് മനസ്സിലാകത്തില്ല. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും നാമതിവേഗം, അങ്ങേ കരയിൽ നിന്നും നാം നേടിയ ലോകം വെറുത്തോർ വീലനാമറിയും. ഒരുമിച്ച് പാടിക്കേ. ലോകം വെറുത്തോർ വീലനാമന്നാൾ അറിയും. പലതും വിട്ട് ഇറങ്ങി തിരിച്ചതിന്റെ വില ഇപ്പൊ മനസ്സിലാകത്തില്ല. പക്ഷെ ഈ ലോകം നമ്മൾ വിടും. ഇവിടെ നമ്മൾ വിടത്തില്ലേ? നമ്മളാരും നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന കരുവേലകങ്ങളല്ലല്ലോ. ഒരു നാൾ നശ്വര ലോകത്തെ വിട്ട് നമ്മൾ പിരിയും. എന്നിട്ട് നമ്മൾ അങ്ങേക്കരയിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോ നമ്മൾ അറിയും ലോകം വെറുത്തതിന്റെ വില. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോ ചിലരുടെ അകത്ത് ആ തേജസ്സിന്റെ വെളിപ്പാടിന്റെ തെളിച്ചമുണ്ടാകട്ടെ. ഒരുമിച്ച് ഒരിക്കൽ കൂടി ഒന്ന് പാടുകയും. ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും നാമതിവേഗം. പാടുകേ. ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും നാമതിവേഗം, അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്ത്? പഠിക്കേ. അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. ലോകം വെറുത്തോ വിലനാമന്നാൾ അറിയും. ഓ ലോകം വെറുത്തോ വിലനാമന്നാൾ അറിയും. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ. ഒന്നോടൊന്ന് പഠിക്കേ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ
സൂക്ഷിച്ചറിയിൽ. എവിടെയെങ്കിലും ഒരു നിരാശയുടെ കണികയെങ്കിലും ഉണ്ടോ? ചിലതൊക്കെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഏതെങ്കിലും ഇടത്ത് ഒരു ചെറിയ വ്യാകുലമെങ്കിലും കിടപ്പുണ്ടോ? മനുഷ്യരായതുകൊണ്ട് ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷെ അങ്ങേക്കരയിലൊന്ന് ചെല്ലട്ടെ. നമ്മൾ ഗ്ലോറിക്കകത്ത് കയറുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ കരമടിച്ചോ, ശക്തിയോടൊന്ന് കരമടിച്ചോ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എനിക്ക് കർത്താവിനോടൊക്കെ ഭയങ്കര നന്ദിയാണ്. കാരണം ഈ പുസ്തകം കൈ തന്നില്ലായിരുന്നില്ല എന്തോ ചെയ്തേനെ. ഇത് കൈ തന്നില്ലായിരുന്നെങ്കിൽ ഗതികേട് തന്നെയായിരുന്നു. ഇത് കൈ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, ഇതൊരു നന്മയാണ്. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും അവിടെ വെറുതെ എന്ന് പറഞ്ഞാൽ പോരാ. അദ്ദേഹം പറയുക, ഞാൻ ബാലനായിരുന്നു, ഇപ്പൊ വൃദ്ധനായി. എന്റെ ബാല്യം മുതൽ വാർദ്ധക്യം വരെ ഞാൻ കാണാത്ത ഒറ്റ കാര്യമുള്ളൂ, നീതിമാൻ തുണയില്ലാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയാ, അങ്ങനെ കാണാൻ പറ്റത്തില്ല. ഓ ജീസസ്, അതൊരു ഭയങ്കര കാര്യം. അങ്ങനെ കാണാൻ പറ്റത്തില്ല. നീതിമാൻ തുണയില്ലാതിരിക്കുന്ന അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞത്, ദൈവം നമ്മളെ തകരാൻ വേണ്ടി വിളിച്ചതല്ല, ദൈവം നമ്മളെ മാനിക്കാൻ വേണ്ടി തന്നെ വിളിച്ചതാണ്. ഈ മണ്ണിൽ അതിന്റെ അഭിവൃദ്ധി നമുക്ക് ഉണ്ടാകും, ഉറപ്പാ. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ലെന്നേ ഉള്ളൂ. നമ്മുടെ ലക്ഷ്യം അങ്ങ് വരാനിരിക്കുന്ന ഗ്ലോറിയാണ്. എവിടെയെങ്കിലും നിരാശ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാ, പ്രാർത്ഥിക്കണം കേട്ടോ, കർത്താവിനോട് പറയണം. ഞങ്ങൾക്കൊരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്, എല്ലാ ദിവസവും ഉള്ളത്. ഇന്ന് രാവിലെ ഞാൻ ആ മീറ്റിംഗ് പ്രസംഗിച്ച ഒരു മെസ്സേജ്, അതിന്റെ ഒരു ഭാഗം പറയാം. സ്തോത്രം. 2 കുരുടന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. ആമേൻ. യേശുവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. യേശു അവരോട് ചോദിച്ചു, ഇത് എനിക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദാവീദ് പുത്ര, കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് സൗഖ്യമൊന്നും കൊടുത്തില്ല. കർത്താവ് ചോദിച്ചു, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാവോ? അവർ പറഞ്ഞു, അറിയാം. സൗഖ്യ. അതുകൊണ്ട് പറഞ്ഞു, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവന് പ്രതിഫലം കൊടുക്കുന്നുവെന്ന് അറിയേണ്ടതല്ലയോ? ഒന്നാമത് നമ്മുടെ ലൈഫ് ചേഞ്ച് ആകാൻ വേണ്ടത് നമുക്കൊരു റെവലേഷനാണ്. ദൈവം നമ്മളെ മാറ്റുമെന്നുള്ള ഒരു വെളിപ്പാടാ. എന്നെ കേൾക്കുന്നവരുണ്ടോ? ദൈവം നിന്നെ മാറ്റും, ദൈവം നിന്നെ മാറ്റും. ഓ, കേൾക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് പ്രതികരിച്ചോ. ദൈവം എന്നെ മാറ്റും, എന്റെ സാഹചര്യം മാറ്റും. ഈ റെവലേഷൻ നമ്മുടെ അകത്ത് കയറിയാൽ നമുക്ക് ദൈവത്തിന്റെ നന്മ അനുഭവിക്കാൻ പറ്റും. ആമേൻ. അതാ ഞാൻ പറഞ്ഞ ഒരു വെളിപ്പാടാണ് നമ്മൾ വ്യാപരിക്കേണ്ടുന്നത്. ഹല്ലേലൂയ. കർത്താവ് ആരെയും കുറയ്ക്കത്തില്ല കേട്ടോ, കർത്താവ് ആരെയും കുറയ്ക്കത്തില്ല. പക്ഷെ നമ്മുടെ നോട്ടം മുഴുവൻ ഈ ഗ്ലോറിയിലേക്കാ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കണം. നോട്ടം മുഴുവൻ ഗ്ലോറിയിലേക്കാ. ഇനി ഈ ഗ്ലോറിയെ കണ്ട ചില മനുഷ്യരുണ്ട് കേട്ടോ. അവര് കണ്ടിട്ട് അവരവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടായ ചില കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാം. ഹല്ലേലൂയ. ഈ മറുരൂപ മലയിൽ വെച്ച് പത്രോസും യാക്കോബ് യോഹന്നാനും യേശു ക്രിസ്തുവിന്റെ ആ രൂപം മാറിയത് കണ്ടല്ലോ. അവരെഴുതിയപ്പോ എങ്ങനെ എഴുതിയെന്നറിയോ? സ്തോത്രം. അവരെഴുതിയത്
സ്തോത്രം. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയെന്ന. പക്ഷെ അത് പൗലോസ് എഴുതിയപ്പോ യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവതേജസ് എന്ന് എഴുതിയ. അപ്പം സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ എന്ന് എഴുതുമ്പോൾ എഴുത്തുകാരന്റെ വാക്കതാ. പക്ഷേ കുറച്ചുകൂടെ ഈ കാര്യങ്ങൾ അറിയാവുന്ന പോൾ എഴുതിയപ്പോ എഴുതി അത് തേജസ്സാണ്. ഇതുപോലെ ഈ പ്രവാചകന്മാര് അല്ലെങ്കിൽ ഭക്തന്മാർ പലരും മഹത്വം കണ്ടപ്പോ അവർ ഈ മഹത്വത്തെ പറഞ്ഞ കുറെ വാക്കുകളുണ്ട്. നിങ്ങളെ മഹത്വം ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഞാൻ പറയുക. ഹബക്കുക്ക് മഹത്വത്തെ കണ്ടേ. ഹബക്കുക്ക് മഹത്വത്തെ കണ്ടപ്പോ മൂന്നാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, ദൈവം തേമാനിൽ നിന്നും പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു, അവന്റെ പ്രഭ ആകാശത്തെ മൂടുന്നു. അവന്റെ പ്രഭ ആകാശത്തെ മൂടുന്നു. അമേരിക്കൻ സ്റ്റാൻഡേർഡ് വെർഷൻ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വാക്ക് എഴുതിയിരിക്കുന്നത് ഹിസ് ഗ്ലോറി കവേർഡ് ദ ഹെവൻസ്. അപ്പൊ അദ്ദേഹം ആ ഗ്ലോറിയെ വിളിച്ച പേരാണ് പ്രഭ. അപ്പൊ ഹബക്കുക്കിന്റെ കാഴ്ചപ്പാടിൽ ഗ്ലോറി എന്ന് പറയുന്നത് പ്രഭ ആണ്. ആമേൻ. ഇനി അതേ അധ്യായത്തിൽ തന്നെ സൂര്യപ്രകാശം എന്ന് എഴുതിയിട്ടുണ്ട്. ഹബക്കുക്ക് 3:4 നോക്കിക്കേ. സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു. സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു. സൂര്യപ്രകാശം പോലെ. അദ്ദേഹം ഗ്ലോറിയെ പിന്നെ വിളിച്ചത് സൂര്യപ്രകാശം എന്ന്. ഒന്ന് പ്രഭ എന്ന് പറഞ്ഞു, പിന്നെ സൂര്യപ്രകാശം എന്ന് പറഞ്ഞു. ഇനി ഇയ്യോബിന്റെ പുസ്തകം 37-ാം അധ്യായം 22-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. അവിടെ ആ ഗ്ലോറി എഴുതിയിരിക്കുന്നത് വടക്ക് നിന്ന് കിട്ടിയോ സ്വർണ്ണ ശോഭ പോലെ വരുന്നു. എന്തുവാ? ഒന്നിച്ചു പറ. എന്നാ ശോഭയാ? ഒന്നുകൂടെ പറ. സ്വർണ്ണശോഭ എന്നാന്നറിയാവോ? സ്വർണ്ണശോഭ അറിയത്തില്ലെങ്കിൽ ഞാൻ ബൈബിളിൽ തന്നെ വ്യാഖ്യാനിക്കാം. ഈ നിങ്ങൾ ഈ സ്വർണം പണിയിക്കാൻ പോയിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ ഇരിപ്പുണ്ട്. നിങ്ങൾ സ്വർണം എന്ന് പറയുന്ന സാധനം സ്വർണം പണിയിക്കാൻ പോയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ സ്വർണം ഈ പണിയുന്ന ആളുകളെ അവരുടെ ഫ്രണ്ടിലുള്ള ആ തീക്കകത്തേക്ക് ഈ സ്വർണം ഇട്ടിട്ട് ഈ സ്വർണത്തിന് തീ പിടിക്കുമ്പോ ആ തീ പിടിച്ച സ്വർണത്തിന്റെ വെളിച്ചം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് ഈ സ്വർണ്ണ ശോഭ എന്ന് പറയുന്നത്. ഞാൻ ചുമ്മാ വ്യാഖ്യാനിച്ചതല്ല, അങ്ങനെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ്. ഇനി അതിനി എവിടാന്നാ ചിലരുടെ നോട്ടം കണ്ടിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതെവിടാ പറയുന്നത്? അത് പറയുന്നത് യെഹെസ്കേലിന്റെ പുസ്തകം 1-27 വാക്യത്തിലാണ്. യെഹെസ്കേലിന്റെ പുസ്തകം 1-27 വാക്യം. അവന്റെ അര മുതൽ മേലോട്ട് അതിനകത്ത് ചുറ്റും ശുക്ലസ്വർണം പോലെ ഞാൻ കണ്ടു. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമല്ല, നമുക്ക് അത്ര കാര്യമായിട്ട് അറിയത്തില്ല. അത് നിങ്ങൾ കണ്ടംപററി ഇംഗ്ലീഷ് വെർഷനിൽ വായിച്ചാൽ അത് എഴുതിയിരിക്കുന്നത് ഇറ്റ് വാസ് ഗ്ലോയിങ് ലൈക്ക് മെറ്റൽ ഇൻ എ ഹോട്ട് ഫർണസ്. മെറ്റൽ ഹോട്ട് ഫർണസിനകത്തോട്ട് വീണാൽ അതെങ്ങനെയാണ് പ്രകാശിക്കുന്നത് അതുപോലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വർണം തീക്കകത്ത് വീണിട്ട് അത് ജ്വലിച്ചാൽ എങ്ങനെയാണോ അതുപോലെയാണ് ഗ്ലോറിയെ ഇയ്യോബ് പറഞ്ഞേക്കുന്നത്. സ്വർണ്ണ ശോഭ. അദ്ദേഹം ഗ്ലോറി കണ്ടിട്ട് ഈ ഇയ്യോബിന്റെ പുസ്തകം 37, 38, 39, 40 ഈ 4 അധ്യായങ്ങളിൽ ദൈവം ഇയ്യോബിനോട് 81 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കാട്ടാടുകളുടെ പ്രസവകാലം നിനക്ക് അറിയാമോ? ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി 81 ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളിലേക്ക് വരുമ്പോ ഇയ്യോബ് ദൈവത്തിൽ കണ്ട ആ തേജസ്സിനെ വിവരിക്കുക. വടക്ക് നിന്ന് സ്വർണ്ണശോഭ പോലെ വരുന്നു. എന്നിട്ട് പറയുക ദൈവത്തിന്റെ ചുറ്റും ഭയങ്കര തേജസ്സുണ്ട്. ഇയ്യോബ് പറഞ്ഞു ഗ്ലോറി സ്വർണ്ണശോഭ പോലെയാ. പിടി കിട്ടുന്നുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇത് പലയിടങ്ങളിൽ എഴുതിയിട്ടുണ്ട്. യെഹെസ്കേൽ 1:4 അത് എഴുതിയിട്ടുണ്ട്. അത് വായിക്കണ്ട. ഹല്ലേലൂയ. യെഹെസ്കേൽ 8:2 അത് എഴുതിയിട്ടുണ്ട്. അവിടെ എല്ലാം ഈ സ്വർണ്ണശോഭ എന്ന് പറയുന്ന വാക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും. ആമേൻ. എ ഗോൾഡൻ ഗ്ലോ ഈസ് സീൻ ഇൻ ദ നോർത്ത്
എന്നൊക്കെ ചില പരിഭാഷകളിൽ വായിക്കാം. എ ഗോൾഡൻ ഗ്ലോ, സ്വർണ്ണ ശോഭ. ഇനിയും പുറപ്പാട് പുസ്തകം 24-17 വാക്യത്തില് തേജസ്സിനെ ഇസ്രായേൽ ജനം വിളിച്ച ഒരു പേരുണ്ട്, തീ പോലെ എന്ന. തീ. ഞാനത് വെറുതെ പറഞ്ഞല്ല, നിങ്ങളെ വാക്യം നോക്കി. പുറപ്പാട് പുസ്തകം 24-17. യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച, യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. ആരാ വായിക്കുന്നേ? ഞാൻ തന്ന ബൈബിൾ വല്ലതും ആണോ? ഇസ്രായേൽ ജനത്തിന് തോന്നിയെന്ന്. നിങ്ങളുടെ ബൈബിൾ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. തേജസ്സിന്റെ കാഴ്ച എങ്ങനെയാ അവർക്ക് തോന്നിയേ? കത്തുന്ന തീ പോലെ. കത്തുന്ന തീ പോലെ. ഓ, നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഭാവന കണ്ടേ. നമ്മുടെ മേൽ ഈ ഗ്ലോറി വെളിപ്പെടുന്നതൊന്ന് കണ്ടേ. നിങ്ങൾ ചിലര് മിണ്ടാതിരിക്കുന്നല്ലോ. എനിക്കറിയാം ഇത് കേട്ടോണ്ടിരിക്കുകയാണ്, എന്നാലും ഒന്ന് പ്രതികരിച്ചോ. നമ്മുടെ ഈ ത്വക്കയിൽ ഇങ്ങനെ ഒരു ഗ്ലോറി വരുന്ന ഒന്ന് അച്ഛാ, ഈ ത്വക്കില്ലേ, ഈ ത്വക്ക് ഇത് കത്തുന്ന തീ പോലെയാകുമെന്ന്. തേജസ്സിന്റെ കാഴ്ച കത്തുന്ന തീ പോലെ. ഒന്നും നിരാശപ്പെടണ്ട. ഭാഗ്യവശാൽ ബോബസിന്റെ വയലിലാ. ഒന്നും നിരാശപ്പെടണ്ട. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അബ്സല്യൂട്ട് ട്രൂത്തിലാണ് നമ്മൾ വന്നേക്കുന്നത്. എത്ര പേര് പറയും ഞാൻ ഒരു അബ്സല്യൂട്ട് ട്രൂത്തിലാണ്, ഞാൻ അബ്സല്യൂട്ട് ട്രൂത്തിലാണ്. ഈ സഭ എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേരുന്നതാണ് കേട്ടോ. ശുശ്രൂഷകൾക്കൊക്കെ ഒത്തിരി വൈവിധ്യങ്ങളുണ്ട്. എല്ലാവരും ഒരുപോലെയല്ല. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അങ്ങനെ സഭയെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എന്നും ചപ്പാത്തി മാത്രം കഴിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ എലിയും റിസോർട്ടിൽ കിട്ടിയതുപോലെ വെറൈറ്റി ഭക്ഷണം കൂടെ കിട്ടണം. അതാ ഈ ശുശ്രൂഷയ്ക്ക് വെറൈറ്റി ഉണ്ട്. ഹലോ, എന്നെ പോലുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാ. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. എന്നാൽ മറ്റു ചിലരുണ്ട്, അവര് വേറെ ചില കാര്യങ്ങളാണ് പറയുന്നത്. അതെല്ലാം ദൈവത്തിന്റെ സിസ്റ്റമാണ്. എന്റെ പ്രിയരെ, എനിക്ക് ഇങ്ങനെ അല്ലാതെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. എന്റെ ചിന്ത മുഴുവൻ ഇങ്ങനെ കിടക്കുന്നത്. കാരണം ഇത് എന്നിൽ ഇട്ടേക്കുന്നതാണ്. ദൈവം എന്നിൽ ഇത് ഇട്ടേക്കുക. ഇത് വെറൈറ്റിയാ കേട്ടോ. കേൾക്കുന്നുണ്ടോ? ഇന്നലെ നിങ്ങൾ 2 പ്രസംഗം കേട്ടു, മിനിഞ്ഞാന്ന് കേട്ടു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വന്നവരെല്ലാം വ്യത്യസ്തമായ നിലകളിലാണ്. എല്ലാവരും ഒരേ പാറ്റേണിലല്ല. സഭയ്ക്ക് ഇതെല്ലാം ആവശ്യമാണ്. ഇതെല്ലാം കൂടെ കേറുന്നതാണ് സഭ. ഒരാമേ പറഞ്ഞാട്ടെ. എനിക്കറിയാം ഇന്ന് പകലിൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നിറഞ്ഞേ ഇറങ്ങത്തുള്ളൂ. ഇന്ന് പകൽ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നിറഞ്ഞേ ഇറങ്ങത്തുള്ളൂ. നിരാശയോടെ അല്ല, ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങാൻ പോവാ. നമ്മുടെ ത്വക്ക് മാറും. ജീസസ്. അപ്പൊ ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു. ഈ ഗ്ലോറിയെ കണ്ടവര് ഒന്ന് പ്രഭ എന്ന് പറഞ്ഞു, സൂര്യപ്രകാശം പോലെ എന്ന് പറഞ്ഞു, സ്വർണശോഭ പോലെ എന്ന് പറഞ്ഞു, കത്തുന്ന തീ പോലെ എന്ന് പറഞ്ഞു. ഈ ചില ഇടങ്ങളില് ഗ്ലോറി വെളിപ്പെടുന്ന സമയത്ത് മേഘമാ വെളിപ്പെട്ടത്. മേഘം. ആമേൻ. ഞാനത് വെറുതെ പറഞ്ഞതല്ല. പുറപ്പാട് 16:10 എഴുതിയിട്ടുണ്ട്. അഹരോൻ ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോട് സംസാരിക്കുമ്പോൾ അവർ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞു നോക്കി. വാക്യം വായിച്ചോ. അഹരോൻ ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും സംസാരിക്കുമ്പോൾ അവർ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞു നോക്കി. യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു കണ്ടു. എന്താ വെളിപ്പെട്ടെ? യഹോവയുടെ തേജസ് എവിടാ കണ്ടേ? അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ അവര് നോക്കുമ്പോ കാണുന്നത് മേഘമാണ്. പക്ഷെ മേഘത്തിൽ എന്നാ ഉള്ളേ? ഈ മേഘം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫിനോമിനയാണ്.
പക്ഷെ ഗ്ലോറിയുള്ള മേഘം എന്ന് പറയുന്ന സംഗതി വേറെയാ. അതിനെ വിളിക്കുന്ന പേരാണ് തയോഫനി ക്ലൗഡ്. ശലോമോന്റെ ദേവാലയത്തിൽ ഇറങ്ങിയത് നാച്ചുറൽ സ്കൈ അല്ല, നാച്ചുറൽ മേഘമല്ല. അവിടെ ഇറങ്ങിയത് തയോഫനി ക്ലൗഡാണ്. തേജസ്സുള്ള ക്ലൗഡ്. രാമേ പറഞ്ഞാണ് എന്നാ ഇറങ്ങിയ തേജസ്സുള്ള ക്ലൗഡ്. അതാ തയോഫനി ക്ലൗഡ് എന്ന് പറയുന്നത്. ഗ്ലോറി. എനിക്ക് ഭയങ്കര കൊതിയാണ് ഈ തയോഫനി ക്ലൗഡ് കാണുന്നത്. അന്ന് വെളിപ്പെട്ടെങ്കിൽ ഇന്നും വെളിപ്പെടും. അത് മനസ്സിലാക്കാൻ ഞാൻ വേറൊരു വാക്യം പറയാം. സംഖ്യാപുസ്തകം 9-15 വാക്യം. തിരുനിവാസം നിവർത്തിയ നാളിൽ മേഘം സാക്ഷി കൂടാരം എന്ന തിരുനിവാസത്തെ മൂടി. സന്ധ്യാസമയം തൊട്ട് രാവിലെ വരെ അത് തിരുനിവാസത്തിന്റെ മേൽ അഗ്നിപ്രകാശം പോലെ ആയിരുന്നു. സാധാരണ മേഘം അഗ്നിപ്രകാശം എന്ന് പറയാൻ പറ്റത്തില്ല. മേഘം തിരുനിവാസത്തെ മൂടി. അത് പ്രഭാതം വരെ അഗ്നിപ്രകാശം പോലെയായിരുന്നു. ഇത് നാച്ചുറൽ ക്ലൗഡ് അല്ല, ഇതൊരു ഗ്ലോറിയസ് ക്ലൗഡ് ആണ്. അതാ ഞാൻ പറഞ്ഞത് തയോഫനി ക്ലൗഡ്. മോശയൊക്കെ പ്രാർത്ഥിക്കാൻ കയറിയപ്പോ ഈ ഗ്ലോറിയസ് ക്ലൗഡ് ഇറങ്ങി. പുള്ളിയുടെ വിക്ക് മാറിയില്ലെങ്കിൽ തൊക്ക് മാറിയത് ഈ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴും വിക്കുണ്ടച്ച, പക്ഷെ തൊക്ക് മാറി. കാരണം ഈ ഒരു ഗ്ലോറിയസ് ക്ലൗഡിനകത്തായിരുന്നു, തയോഫനി ക്ലൗഡ്. പുറപ്പാട് 24:15 നോക്കിയ മോശ മലയിൽ കയറിയപ്പോൾ മേഘം അതിനെ മൂടി. കർത്താവിന്റെ മഹത്വം സീനായി പർവ്വതത്തിൽ വസിച്ചു. 6 ദിവസം മേഘം മലയെ മൂടി. എനിക്ക് ഭയങ്കര കൊതിയാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനാ നേരങ്ങളിൽ മോശ കയറിയ പർവ്വതത്തെ മേഘം മൂടിയതുപോലെ, തയോഫനി ക്ലൗഡ് ഇറങ്ങി വന്നതുപോലെ ഗ്ലോറി. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞ് എന്നാ ഒന്നിച്ചൊന്ന് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ, എനിക്ക് മഹത്വം കാണണം. ഒന്ന് പ്രാർത്ഥിച്ചോ. ഗതി തിരിയും കേട്ടോ, ഗതി തിരിയും. ഒരു നദിയുടെ ഒഴുക്ക് തിരിയുന്നത് പോലെ നിങ്ങൾ മഹത്വവുമായി കണക്റ്റഡ് ആയാൽ ഗതി തിരിയും. ഉച്ചത്തിൽ പ്രാർത്ഥിച്ചോ. നമ്മൾ പ്രാർത്ഥിക്കാത്തതൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്നത് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പ്രാർത്ഥിക്കേ. Oh Jesus. Rabakana Shekataman. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. മേഘം ഇറങ്ങിയെങ്കിൽ, ഇങ്ങനൊരു മേഘം ഇറങ്ങിയെങ്കിൽ അതിനകത്തൊരു ഭയങ്കര സംഭവം നടക്കുന്നെന്ന് അതിന്റെ അർത്ഥം. ഇയ്യോബിന്റെ പുസ്തകം 26-9 വാക്യത്തിൽ തന്റെ സിംഹാസനത്തിന്റെ ദർശനം അവൻ മറച്ചു വെക്കുന്നു, അതിന്മേൽ തന്റെ മേഘത്തെ വിരിക്കുന്നു. ആമേ. മേഘം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സിംഹാസനം ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. സിംഹാസനം ഉണ്ടെങ്കിൽ അതിനകത്ത് ആളുണ്ടെന്ന് അതിന്റെ അർത്ഥം.
ചില കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ ദൂതായിട്ട് പറയാം, നിന്റെ പ്രാർത്ഥനയുടെ ശൈലിയെ ദൈവം മാറ്റാൻ പോകുകയാണ്. നിന്റെ പ്രാർത്ഥന വിരസമായിരിക്കത്തില്ല, സാധാരണ പോലെ ആയിരിക്കത്തില്ല. മേഘവുമായി കണക്റ്റഡ് ആയാൽ മേഘത്തിൽ സിംഹാസനമുണ്ടാകും. ഇയ്യോബ് പറയുന്നു, തന്റെ സിംഹാസനത്തിന്റെ ദർശനം അവൻ മേഘത്തിൽ മറച്ചു വെക്കുന്നു. ഞാനിത് പറയുമ്പം എനിക്കറിയാം, ഭയങ്കര ഒരു ദൈവ സാന്നിധ്യം എന്റെ ശരീരത്തിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നിങ്ങളെ കൈയടിപ്പിക്കാനെന്ന് പറയല്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. എന്റെ ശരീരത്തിൽ ആ ദൈവ സാന്നിധ്യത്തെ ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു. ഞാൻ ചുമ്മാ കൈയടിച്ച് പാടുമൊന്നുമല്ല കർത്താവേ, ചുമ്മാ ഞാൻ പ്രാർത്ഥന മുറിയിൽ ഇരുന്ന് വിതുമ്പല്ല. ഞാൻ ഇരിക്കുന്ന സമയത്ത് അങ്ങയുടെ സിംഹാസനമുള്ള മേഘം എന്റെ പ്രാർത്ഥന മുറിക്കകത്ത് വെളിപ്പെടണം. ഓ ജീസസ്, എത്ര പേരത് കൊതിക്കുന്നുണ്ട്? പ്രാർത്ഥിച്ചോ, അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചോ. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ. ഒരു സാധാരണ കാര്യം അല്ലത്. ജീസസ്, അതിനകത്ത് സംഭവിക്കാൻ പോകുന്ന വിടുതൽ സാധാരണമല്ല സഹോദരങ്ങളെ. ഈ സിംഹാസനം വെളിപ്പെട്ടിടത്ത് യെശയ്യാവ് നിൽക്കുക കേട്ടോ. യെശയ്യാവ് നിൽക്കുന്നിടത്ത് ഈ സിംഹാസനം വെളിപ്പെട്ടേക്കുക. യെശയ്യാവ് കണ്ണു തുറന്ന് കാണുക. അദ്ദേഹം നിരാശനായിട്ടാ പ്രാർത്ഥിക്കാൻ ചെന്നേ. കാരണം 3 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഈ മനുഷ്യൻ പ്രവചിച്ചേ. താൻ ഏറ്റവും സ്നേഹിച്ച ഒരു രാജാവ് ഉസിയ രാജാവ് മരിച്ചുപോയി. സിംഹാസനം വേക്കണ്ട, സിംഹാസനം കാലിയാ. അവിടെ ആരും ഇരിക്കുമെന്ന് അറിയത്തില്ല. നിരാശപ്പെട്ട് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോ ഉയർന്നു പൊങ്ങിയുള്ള ഒരു സിംഹാസനം കണ്ടു. ആ സിംഹാസനത്തിനകത്ത് ഒരുവൻ ഇരിക്കുന്നത് കാണുക. അതാ ഞാൻ പറഞ്ഞ, സിംഹാസനം എവിടെ വെളിപ്പെടുന്നോ അതിൽ ആളത്വമുണ്ട്. സിംഹാസനം എവിടെ വെളിപ്പെടുന്നോ അവിടെ ആളത്വമുണ്ട്. ഇത് കണ്ടപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു ഒരു കാര്യം, അയ്യോ ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ രാജാവിനെ കണ്ടുവല്ലോ. യെശയ്യാവ് പാപിയാണെന്ന് ആരും ചിന്തിക്കില്ല കേട്ടോ. ഈ ഗ്ലോറിയുടെ കാഴ്ചയുടെ മുൻപിൽ ഈ മനുഷ്യൻ നിലവിളിച്ചു പോയതാ. ഞാൻ പറയാൻ വരുന്ന ദൂത് എന്നാന്നറിയോ? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മേഘം വെളിപ്പെടുമ്പോ, മേഘത്തിൽ സിംഹാസനസ്ഥനായവൻ ഇറങ്ങി നിൽക്കുമ്പോ, ഈ എൻകൗണ്ടറിന്റെ മുന്നിൽ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, കത്തുന്ന കനലുകളിൽ ഒന്ന് കൊടിലുകൊണ്ട് എടുത്തുകൊണ്ട് വന്ന് ദൂതൻ ആ മനുഷ്യന്റെ അധരത്തിൽ തൊട്ടു. ഇന്ന് പകലിൽ റെജിപ്പാസയുടെ കൈ അല്ല, ബിജുപ്പാസയുടെ കൈ അല്ല ഇവിടെ ചിലരെ തൊടാൻ പോകുന്നത്. ഇന്ന് പകലിൽ നിങ്ങൾ ഗ്ലോറിയുമായി കണക്റ്റഡ് ആകത്തക്ക വിധത്തിൽ പരിസരം മറന്ന് പ്രാർത്ഥനയിലാണെങ്കിൽ സ്വർഗീയ കനലുകളുമായി ഇന്ന് രാത്രി ദൂതന്മാർ ഇവിടെ ചലിക്കും. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പകലിൽ ചില അധരങ്ങളുടെ മേൽ സ്വർഗീയ കനലുകളുടെ സ്പർശനം. പ്രത്യേകിച്ച് വചനവുമായി നിൽക്കുന്നവർ ആത്മാവിൽ ആ ദൂതനോട് പ്രതികരിച്ചോ, നിന്റെ അധരത്തിന്റെ മേൽ സ്വർഗീയമായ കനലിന്റെ സ്പർശനം. ഒന്ന് പ്രാർത്ഥിച്ചോ. കരയണമെങ്കിൽ കരഞ്ഞ്,
നിലവിളിക്കണമെങ്കിൽ നിലവിളിച്ച്, കൈയടിക്കണമെങ്കിൽ കൈയടിച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിക്ക്. സ്വർഗീയ കനലിന്റെ സ്പർശനം. വെളിപ്പാടിനകത്ത് കത്തി ആരാധിച്ചോ കേട്ടോ. ആ വെളിപ്പാടിൽ നിറഞ്ഞ് ആരാധിച്ചോ. ഈ പകലിൽ എന്തോ ചില കാര്യങ്ങൾ അത്ഭുതകരമായി സംഭവിച്ചു തുടങ്ങുന്നു. ചില അതരങ്ങളുടെ മേൽ ഇപ്പോൾ കൊടിലുകൊണ്ടുള്ള കനലുകളുടെ സ്പർശനങ്ങൾ സംഭവിക്കട്ടെ. നന്ദിയപ്പാ, നന്ദിയപ്പാ. കേൾക്കണേ, ഈ സ്പർശനം കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന്റെ പ്രോഫറ്റിക്കൽ മിനിസ്ട്രിയുടെ ഗിയർ ഷിഫ്റ്റ് ചെയ്തു. 6-ാം അധ്യായത്തിലെ കനലിന്റെ സ്പർശനം, 7-ാം അധ്യായം തൊട്ട് എഴുത്തിന്റെ രീതി മാറി. മശീലിക പ്രവചനങ്ങൾ ഒരു പ്രളയം പോലെ ഒഴുകാൻ തുടങ്ങി. അവിടെ പറഞ്ഞത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന്. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള, അവൻ അത്ഭുത മന്ത്രിയാണെന്ന്, അവൻ വീരന ദൈവമാണെന്ന്. എടാ, ഇതുവരെ ഇത് ആരും എഴുതിയിട്ടില്ല. കനലിന്റെ സ്പർശനം ഉണ്ടായവനായി. അതാ ഞാൻ പറഞ്ഞത്. വചനവുമായി നിൽക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ആമേൻ. ഏതോ ഒരു സെമിനാരി അല്ല, നിന്റെ വെളിപ്പാടുകളുടെ ലെവലിനെ മാറ്റുന്നത് നിന്റെ അതരത്തിന്റെ മേൽ തൊടുന്ന ദൈവികമായ സ്പർശനം. ഈ പകലിൽ യേശുവിന്റെ നാമത്തിൽ ഈ ഹോളിൽ അത് സംഭവിക്കട്ടെ. ഞാൻ ചിലരെ നോക്കി ആത്മാവിൽ പറയാ, നിന്റെ വചന ശുശ്രൂഷയുടെ ഗാംഭീര്യം മാറാൻ പോകുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ അടിച്ച് ആത്മാവിൽ അത് റിസീവ് ചെയ്തോ. മാരുതി ഓൾട്ടോ 800 കിട്ടുന്ന ദൂതൊന്നും ഇന്നില്ല കേട്ടോ. സ്വത്ര പനി മാറുന്ന ദൂതൊന്നും ഇന്നില്ല. പ്രയോജനപ്പെടാൻ കൊതിക്കുന്ന ആമേൻ നിന്റെ മേൽ ഒരു നിയോഗത്തെ പരിശുദ്ധാത്മാവ് കൈമാറ്റം ചെയ്യുക. ഗ്ലോറിയുമായി കണക്റ്റഡ് ആകുന്നവൻ സാധാരണക്കാരനായിരിക്കത്തില്ല. അവന്റെ ജീവിതം സാധാരണ പോലെ ആയിരിക്കത്തില്ല. നമ്മളെ വിളിച്ചത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പഴയ നിയമത്തിൽ പോയത്. ഇനി ഞാൻ ഒരു കാര്യം പറയും. ഈ മഹത്വത്തിലേക്കുള്ള പ്രവേശനം പൊടുന്നനവേ അങ്ങ് സംഭവിക്കുന്ന ഒന്നുമല്ല കേട്ടോ. നമ്മൾ ഡെലിവറൻസ് ചർച്ച് വന്നിരിക്കുന്നു, റജിപാസ് വന്ന് പ്രസംഗിക്കുന്നു, ഉടനെ മഹത്വത്തിലേക്ക് അങ്ങനൊന്നുമല്ല. ഇതിന് പല സ്റ്റെപ്പുകളുണ്ട്. റോമലേഖനം 8:29-30 വാക്യം വായിക്കുമ്പോൾ അത് കാണാം. അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. 5 കാര്യങ്ങളാ. 1 മുന്നറിഞ്ഞു, 2 മുൻനിയമിച്ചു. എല്ലാവരും കൂടെ പറഞ്ഞേ. മഹത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവ് എന്നാ ചെയ്തേ? പറഞ്ഞു. മുന്നറിഞ്ഞു, മുൻനിയമിച്ചു, നീതീകരിച്ചു. അതിന് മുമ്പ് ഒന്നുണ്ട്, വിളിച്ചു,
നീതീകരിച്ചു, തേജസ്കരിച്ചു. തേജസ്കരിച്ചു. ഒന്നുകൂടെ പറഞ്ഞേ. മുന്നറിഞ്ഞു. മുന്നറിഞ്ഞു. എല്ലാവരും കൂടെ പറ. മുന്നറിഞ്ഞു. മുന്നറിഞ്ഞു. ഒന്നിച്ചു പറഞ്ഞു. എന്നാ? ഒന്നുകൂടെ പറഞ്ഞേ. മുന്നറിഞ്ഞു. കർത്താവ് നമ്മളെ ഭാര്യ ആരാധനയ്ക്ക് പോയത് കൊണ്ട് വഴക്കുണ്ടാക്കാതിരിക്കാൻ ഭർത്താവ് പുറകെ വന്നതല്ല. നീ രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനിച്ച വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ മുന്നറിഞ്ഞതാ. മുന്നറിഞ്ഞെന്ന് പറഞ്ഞ അർത്ഥം എന്താന്ന് മനസ്സിലായോ? മുൻകൂട്ടി അടയാളപ്പെടുത്തിയെന്ന്. മുന്നറിവും മുൻനിയമനം എപ്പോഴാ ഉണ്ടായെന്നറിയോ? ലോകസ്ഥാപനത്തിന് മുന്നേ. മുൻനിയമനവും മുന്നറിവും ഉണ്ടായത് ലോകസ്ഥാപനത്തിന് മുന്നേ. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇത് എഴുതിയിട്ടുണ്ട്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ മുന്നറിഞ്ഞു. ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിന് മുന്നേ. ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിന് മുന്നേ. നമ്മൾ അതുകൊണ്ടല്ലേ പാടുന്നത്, ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വീളിയ എന്നെയും യോഗ്യനായി, ഓ എന്നെയും യോഗ്യനായി. ലോകസ്ഥാപനത്തിന് മുന്നെയാണ് നമ്മളെ മുന്നറിഞ്ഞത്, മുൻ നിയമിച്ചത്. എന്നാൽ വിളിച്ചത് നമ്മൾ ആ സുവിശേഷം കേട്ട സമയമുണ്ടല്ലോ, അവിടെയാ. അപ്പൊ ഒന്ന് നമ്മളെ മുന്നറിഞ്ഞു, അത് ലോകസ്ഥാപനത്തിന് മുന്നേ മുൻ നിയമിച്ചു. പിന്നെ നമ്മളെ വിളിച്ചു. വിളിക്കുക മാത്രമല്ല, നമ്മളെ നീതീകരിച്ചു. എല്ലാരും കൂടെ പറഞ്ഞു എന്നാ? നമ്മളെ ഈ നീതീകരണം എന്താന്ന് ഞാൻ പറയും. എനിക്കറിയില്ല, ഒരു വെള്ള പേപ്പർ തരാം, ഒന്നും എഴുതാത്തൊരു വെള്ള പേപ്പർ. നീതീകരണം എന്താന്ന് ഞാൻ പറയാം. അമേ എവിടെയെങ്കിലും ഉണ്ട്? അതായാലും മതി. നീതീകരിച്ചു. അമേൻ. ടിഷ്യൂ ആണ്, എന്നാലും പറയാം. നീതീകരിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതിൽ വല്ല എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഇതിൽ എഴുതിയെന്നിരിക്കട്ടെ, ഇതുപോലെ ഉള്ളത് പറഞ്ഞാൽ നമ്മള് വെള്ളപ്പേപ്പറിനകത്ത് എഴുതിയതുപോലെ നമ്മൾ പാപികളാണ്. അതാ എഴുത്ത്. സ്തോത്രം. ഈ പാപികളായ നമ്മളെ യേശുക്രിസ്തു തന്റെ രക്തത്താ കഴുകി. എന്നിട്ട് എങ്ങനെ ആക്കിയെന്നറിയോ? പാപമേ ചെയ്യാത്ത ഒരാളെ പോലെ. കൊലപാതകനോ പിടിച്ചുപറിക്കാരനോ മോഷ്ടാവോ ആരും ആകട്ടെ, പക്ഷെ യേശുവിന്റെ രക്തം വീണാൽ അവൻ എങ്ങനെയാ ഇരിക്കുന്നതെന്നറിയോ? പാപമേ ചെയ്യാത്ത ഒരുവനെ പോലെ. ഈ ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ലല്ലോ, ഒരു സ്റ്റൈൽ ഇല്ലല്ലോ. ഇതുപോലെ ഇതാ നീതീകരണം എന്ന് പറഞ്ഞത്. മദ്യപാനിയായിരുന്നിരിക്കാം, പിള്ളേരുടെ ഭാഷ പറഞ്ഞ മരുന്നടിക്കുമായിരുന്നായിരിക്കും. എല്ലാം ശരിയാ. ഹല്ലേലൂയ. നീതീകരണം എന്ന് പറയുമ്പോൾ പാപമേ ചെയ്യാത്ത ഒരാളെ പോലെ അങ്ങാക്കി. അപ്പൊ മുന്നറിഞ്ഞു, മുൻ നിയമിച്ചു, വിളിച്ചു, നീതീകരിച്ചു. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ച ഒരാളാണ് തേജസ്കരണത്തിലേക്ക് വരുന്നത്. അല്ലാതെ ചുമ്മാ വഴിയെ നടക്കുന്നവർക്കൊക്കെ കയറാൻ പറ്റുന്ന ഒരു ഇടമല്ല തേജസ്കരണം. അപ്പൊ ഞാൻ പറഞ്ഞത്, കർത്താവ് നമ്മളെ ഘട്ടം ഘട്ടമായി ഈ ഗ്ലോറിയിലേക്ക് കൊണ്ടുപോകുക. അമ്മേ, ഞാൻ അതിന് വേറൊരു കാര്യം പറയാം. ഇതുവരെ എല്ലാം നമ്മൾ പറഞ്ഞത് ഈ ഫ്യൂച്ചർ ഗ്ലോറിയോടുള്ള ബന്ധത്തിലാണ്. ഞാൻ പറയാം, ഈ ഫ്യൂച്ചർ ഗ്ലോറിയോടുള്ള ബന്ധത്തിൽ ആ വെളിപ്പാട് നമ്മുടെ അകത്ത് അങ്ങോട്ട് കയറുമ്പോ ഈ ഗ്ലോറിയുടെ ആ വെളിപ്പെടൽ വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ കേട്ടെന്നാ ഞാൻ കരുതുന്നേ. ശരിക്കും ഫ്യൂച്ചർ ഗ്ലോറിയുടെ വെളിപ്പാട് നമുക്ക് ഉണ്ടാകുമ്പോ ആ ഫ്യൂച്ചർ ഗ്ലോറിയുടെ വെളിപ്പാടിൽ പോകുന്ന ഒരാൾക്ക് വർത്തമാന കാലഘട്ടത്തിലും ഗ്ലോറി റിവീൽ ആകുന്നത് കാണാൻ പറ്റും. അതെങ്ങനെയാന്ന് ഞാൻ പറയാം. ഈ ഖാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞായില്ലേ? അവർക്ക് വീഞ്ഞ് തീർന്നു പോയി. കർത്താവ് പറഞ്ഞു, ശുദ്ധീകരണ നിയമം അനുസരിച്ച് കിടക്കുന്ന ഈ കൽപാത്രങ്ങളിൽ
വെള്ളം നിറയ്ക്കാൻ. അവര് കോരി വക്കോളം വക്കോളം നിറച്ചു. ഈ വക്കോളം നിറച്ചിട്ട് ആമേൻ അവിടെ ഒരു മിറക്കിൾ സംഭവിച്ചു. ആ വീഞ്ഞായി തീർന്നു. 9-ാമത്തെ വാക്യത്തിൽ വീഞ്ഞായി തീർന്നു എന്ന് മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. ഇത് വെള്ളമാണ്. വെള്ളം നിറമുണ്ടോ ഇതിന്? കമാൺ, ഇല്ല. മണമുണ്ടോ? വെള്ളത്തിന് മണമുണ്ടോ? ഇല്ല. വെള്ളത്തിന് രുചിയുണ്ടോ? ഇല്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഫോർട്ട് കൊച്ചിയിലെ വെള്ളത്തിന് രുചി ഉള്ളതുപോലെ ഇരിക്കുന്നത്. വെള്ളത്തിന് രുചിയുണ്ടോ? അപ്പൊ വെള്ളത്തിന് മണമില്ല, വെള്ളത്തിന് നിറമില്ല, വെള്ളത്തിന് രുചിയില്ല. ഈ പച്ചവെള്ളമാണ് ഇപ്പൊ കൽപാത്രങ്ങൾ നിറഞ്ഞേക്കുന്നത്. പക്ഷേ ആ കൽപാത്രങ്ങളിൽ നിന്ന് അത് കോരി വിരുന്നുവാഴിക്ക് കൊടുക്കുമ്പോ ആ വെള്ളത്തിനൊരു മാറ്റം. ഇതിന് നിറം വന്നതുപോലെ, ഇതിന് രുചി വന്നതുപോലെ, ഇതിന് മണം വന്നതുപോലെ. ആഹാ, നിറമില്ലാത്തതിനെങ്ങനെ നിറം വന്നേ? മണമില്ലാത്തതിനെങ്ങനെ മണം വന്നേ? രുചിയില്ലാത്തതിനെങ്ങനെ രുചി വന്നേ? 11-ാമത്തെ വാക്യത്തിലാണ് അതിന്റെ ഉത്തരം കിടക്കുന്നത്. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു, തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഒന്നുകൂടെ തന്റെ മഹത്വം വെളിപ്പെടുത്തി. അമ്മേ, അത് ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾ നോക്കുമ്പോ മാനിഫെസ്റ്റഡ് ഹിസ് ഗ്ലോറി. മഹത്വം എന്ന് പറയുന്ന പദം നമ്മൾ ആദ്യം പറഞ്ഞ സെയിം ഡോക്സയ. അത് ദൈവോധനത്തെ അങ്ങനെ പഠിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. സെയിം ഡോക്സയ. അവിടെ മഹത്വം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞു, മിറക്കിൾ ഉണ്ടായി എന്നല്ല പറയും. അവിടെ മാനിഫെസ്റ്റഡ് ഹിസ് ഗ്ലോറി. ഒരു പരിഭാഷയ്ക്കകത്ത് എഴുതിയിരിക്കുന്നത് there he revealed his glory. ആമേൻ. ഞാൻ പറഞ്ഞത് മഹത്വത്തിന്റെ വെളിപ്പാടുള്ളവൻ അവൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനകത്ത് ഈ സെയിം ഗ്ലോറി റിവീൽ ആകും. ഓ, ഫ്യൂച്ചർ ഗ്ലോറി പറഞ്ഞ് 20-ാമത്തെ ദിവസം വിടുകല്ല. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ആത്യന്തികമായ ലക്ഷ്യം. 20-ാമത്തെ ദിവസം നിങ്ങളുടെ ജീവിതവുമായി കണക്ട് ചെയ്ത് പറയുകയാണ്. ഫ്യൂച്ചർ ഗ്ലോറിയുടെ റെവലേഷൻ നിന്റെ അകത്ത് കയറിയാൽ ആ ഫ്യൂച്ചർ ഗ്ലോറിയുടെ റെവലേഷൻ നിന്റെ വർത്തമാന കാലഘട്ടത്തിൽ ചലിക്കും. അതെങ്ങനെയാന്ന് ഞാൻ പറയാ. നിറമില്ലാത്തതിന് നിറം വന്നേ. ഇതുവരെ നിറമില്ലായിരുന്നു, നിറം വന്നു. മണമില്ലായിരുന്നേ, മണം വന്നു. രുചിയില്ലായിരുന്നു, ഇപ്പൊ ഇതിന് രുചി വന്നു. വിരുന്ന് വഴി രുചിച്ചു നോക്കി. എന്നിട്ട് അയാൾ ചോദിക്കുക, ഇത്രയും നല്ലത് എവിടെ വെച്ചിരുന്നു? ഇത്രയും നല്ലത് എവിടെ വെച്ചിരുന്നു? ചില കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ ദൂതായിട്ട് പറയാ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. എനിക്കറിയാം ആരൊക്കെയോ ആ വാക്കിനെ കയറി പിടിക്കുന്നുണ്ട്, ആരൊക്കെയോ അതിനെ കയറി പിടിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ബെസ്റ്റ്, ലോട്സം പാടിയ പാട്ടുകളുടെ ഏറ്റവും ബെസ്റ്റ് പാട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. പാസ്റ്റർ ബിജു CX പ്രവചിച്ച പ്രവചനങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പ്രവചനങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. അഭിഷക്തനെ, നീ പ്രസംഗിച്ച പ്രസംഗത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇതുവരെ ലോകം കണ്ടിട്ടില്ല, അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രതികരിക്കാൻ വഴിയുമെങ്കിൽ ആത്മാവിൽ പ്രതികരിച്ചോ, ആത്മാവിൽ പ്രതികരിച്ചോ. ചില മിനിറ്റുകൾ എല്ലാവരും കൂടെ ചേർന്ന് കരമടിച്ച് അന്യഭാഷകളിലെ വാക്കുകളെ അഭിഷേകത്തിൽ ഒന്ന് റിസീവ് ചെയ്താട്ടെ. എന്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ഞാൻ കാണാൻ പോകുന്നതേ ഉള്ളൂ. ആ വാക്കുകളൊന്ന് വിശ്വസിച്ചേ, ഒന്ന് വിശ്വസിച്ചേ, ആ വാക്കുകളൊന്ന് വിശ്വസിച്ചേ. റോഖോ ഷാൽബാനിയ, യേശുവിന്റെ നാമത്തിൽ ഏറ്റവും ബെസ്റ്റ്,
ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ് നീ കാണാൻ പോകുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എന്റെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ഞാൻ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ പറയാം, കാര്യങ്ങൾ തിരിയാൻ പോവാ. ഇത് മാജിക് ഒന്നുമല്ല കേട്ടോ, ഇത് മാജിക് ഒന്നുമല്ല. കാര്യങ്ങൾ തിരിയാൻ പോവാ. ഞാൻ എൻ്റെ ഒരു കൊച്ചു ടെസ്റ്റ് മണി പറയാം. ഞാൻ 4ാം തലമുറ പെന്തക്കോസുകാരനാണ്. ഞങ്ങൾ പെന്തക്കോസ് വന്നിട്ട് കുറഞ്ഞത് ഒരു 100 വർഷത്തിലേക്കാണ്. ഞാനത് പറയാൻ കാരണം എൻ്റെ വല്യപ്പച്ചൻ്റെ അമ്മച്ചിയെ രക്ഷിക്കപ്പെട്ടെ. അന്നെൻ്റെ വല്യപ്പച്ചൻ 1.5 വയസ്സ് പ്രായമുള്ളൂ. 92ാമത്തെ വയസ്സിലാണ് അപ്പച്ചൻ മരിക്കുന്നത്. അപ്പച്ചൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 6-7 വർഷങ്ങളായി. കുറഞ്ഞതൊരു 98-99 വർഷം. അമ്മച്ചി രക്ഷിക്കപ്പെട്ട കാലം തൊട്ട് ഇങ്ങോട്ട് എണ്ണിയാൽ 98-99 വർഷങ്ങളായി കാണും. ഹല്ലേലൂയ. ഞാൻ 4ാം തലമുറക്കാരനാണ്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ബൈബിൾ കോളേജിൽ പോയി. 99 ഞാൻ സെമിനാരിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തു. ഹല്ലേലൂയ. 99 മുതൽ ചില ബൈബിൾ കോളേജുകളിലൊക്കെ പഠിപ്പിച്ചു. ഒരു 7 വർഷം. എന്നാൽ 2007 സ്തോത്രം ഇതുപോലെ നടന്ന ഒരു 21 ഡേയ്സ് ഫാസ്റ്റിങ്ങിന്റെ 19ാമത്തെ രാത്രിയിൽ ആമേൻ ഞങ്ങളുടെ ചർച്ചിന്റെ സ്റ്റേജിൽ ആമേൻ കർത്താവിനെ തൊട്ടു. അതായിരുന്നു എൻ്റെ ലൈഫിന്റെ ചേഞ്ചിങ്. ഹല്ലേലൂയ. സത്യത്തിൽ ഈ ബൈബിൾ കോളേജിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല, ആര് വിളിക്കുമെന്ന് അറിയില്ല, എവിടെ ശുശ്രൂഷിക്കുമെന്ന് അറിയത്തില്ല, എന്തായിരിക്കും ആമേൻ അടുത്ത ചില വർഷങ്ങൾ കഴിയുമ്പോൾ അറിയില്ല. ഹല്ലേലൂയ. അവ്യക്തതയാ മൊത്തം. പക്ഷേ കർത്താവ് ഒരിക്കൽ തൊട്ടു, അവിടെ കാര്യങ്ങൾ തിരിയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത്, ഇപ്പം നിങ്ങൾ കാണുന്നതൊന്നുമല്ല നിങ്ങൾ. ഞാൻ വീണ്ടും ആവർത്തിക്കാം, ഇപ്പോൾ നിങ്ങൾ കാണുന്നതൊന്നുമല്ല നിങ്ങൾ. നിങ്ങളുടെ ലൈഫ് തിരിയാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ലൈഫ് തിരിയാൻ പോകുന്നതേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അതിൽ പങ്കാളിത്തമുണ്ട്. അമ്മ, നിങ്ങൾ എങ്ങനെയാണ് ഇതിനോട് സമീപിക്കുന്നത്, അതനുസരിച്ചാണ് ഇത് തിരിയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ കുപ്പിക്കകത്ത് അമ്മ വിടുതൽ കൊണ്ടുവന്നേക്കൊന്നുമല്ല കേട്ടോ. ഹലോ, കുപ്പിക്കകത്ത് വിടുതൽ കൊണ്ടുവന്നിട്ടൊന്നുമില്ല. കിലോ കണക്കിന് വാരിത്തരാൻ വിടുതൽ കൊണ്ടുവന്നിട്ടൊന്നുമില്ല. പ്രാർത്ഥനാ മുറിയിൽ ഞങ്ങൾ പ്രാപിച്ച ഒരു റെവലേഷൻ ഉണ്ട്. പോൾ അങ്ങനെയല്ല പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കും, നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ പ്രാപിച്ച ഒരു റെവലേഷൻ ഇന്ന് പകലിൽ അത് കൈമാറ്റം ചെയ്യുകയാണ്. ആരാണോ അതുമായി കണക്റ്റഡ് ആകുന്നത്, പരിസരം മറന്ന് ആരാധിക്കാമെങ്കിൽ ആരാധിച്ചോ. കുഞ്ഞ്, നീ എപ്പോഴാണോ ഈ ഗ്ലോറിയുമായി കണക്റ്റഡ് ആകുന്നത്, അവിടെ കാര്യങ്ങൾ തിരിയും. എനിക്കറിയത്തില്ല, ഇന്ന് പകലിൽ ചിലരുടെ ലൈഫിനെ കർത്താവ് ഭയങ്കരമായി തിരിക്കാൻ പോകുക. വട്ടം തിരിയുന്നത് പോലെ ചിലരുടെ ലൈഫ് തിരിയാൻ പോകുകയാണ്. കുഞ്ഞ്, നിന്നെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒറ്റ കാര്യം അതാ ഇന്ന് പകലിൽ ഇവിടെ പുറപ്പെടുന്നത്. യേശുവിന്റെ നാമത്തിൽ ഓടിയ ഗ്ലോറിയുടെ അടുക്കലോട്ടൊന്ന് ചെല. നിന്റെ ശബ്ദത്തിനകത്ത് അത് റിവീലാകാൻ പോകുക. നിന്റെ ചിന്തകളുടെ അകത്ത് അത് റിവീലാകാൻ പോകുക. നിന്റെ വീടിനകത്ത് അത് റിവീലാകാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് വരാൻ പോകുന്നതേ ഉള്ളൂ. ചിലരത് കേട്ടില്ലെന്ന് തോന്നുന്നു. കേട്ടവർ ആത്മാവിൽ ആരാധിച്ചോ. ഏറ്റവും ബെസ്റ്റ് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ലൈവിൽ കാണുന്ന എല്ലാവരോടും ഇതേ ദൂത് ഞാൻ ആവർത്തിക്കട്ടെ. ലൈവിൽ കാണുന്നവർ, നിങ്ങൾ എവിടെ ഇരുന്നായിക്കോട്ടെ, ഏറ്റവും ബെസ്റ്റ്
ഇന്നലെ നീ കണ്ടതല്ല ബെസ്റ്റ്, അത് കാണാൻ പോകുന്നതേ ഉള്ളൂ. ഗ്ലോറിയുമായി നീ എപ്പോഴാണോ കണക്റ്റഡ് ആകുന്നത്, അവിടെ തൊട്ട് രുചിയില്ലാത്തതിന് രുചി വരാൻ പോകുന്നു. നീ സെക്കൻഡ് ക്വാളിറ്റി അല്ല. ഇപ്പോൾ നീ വീട്ടിൽ സെക്കൻഡ് ക്വാളിറ്റിയാണ്. ഇപ്പോൾ നീ പലയിടങ്ങളിൽ സെക്കൻഡ് ക്വാളിറ്റിയാണ്. നിന്നെ ദൈവം തിരിക്കാൻ പോകുകയാണ്. നീ സെക്കൻഡ് ക്വാളിറ്റി അല്ല, ഒഴിവാക്കാനാവാത്ത വിധത്തിൽ ഞാൻ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു. നിന്നെ ഒഴിവാക്കാനാവാത്ത വിധത്തിൽ ദൈവം നിന്നെ പ്ലേസ് ചെയ്യുന്ന ദിവസങ്ങൾ. ഓ, നീ റിജക്റ്റഡ് ആണ്. ഇന്ന് നീ റിജക്റ്റഡ് ആണ്. വീടിന്റെ അകത്ത് റിജക്റ്റഡ് ആണ്. ശുശ്രൂഷ മേഖലയിൽ റിജക്റ്റഡ് ആണ്. എന്നാൽ നിന്റെ റിജക്ഷന് എന്റെ ദൈവ സെലക്ഷൻ ആക്കുന്നു. ഉച്ചതി പ്രാർത്ഥന. എന്റെ റിജക്ഷനെ സെലക്ഷൻ ആക്കണമെന്ന് പറ. എന്റെ റിജക്ഷനെ സെലക്ഷൻ ആക്കണമെന്ന് പറ. ഇപ്പൊ തഴയപ്പെട്ടതുപോലെയാ നീ നിൽക്കുന്നത്. ഇപ്പൊ ഒന്നും ശരിയാകാത്തത് പോലെയാ നീ നിൽക്കുന്നത്. എവിടെ തൊട്ടാലും പരാജയം. പക്ഷെ ഗ്ലോറി അതിനെ തിരിക്കാൻ പോകുകയാണ്. ഇന്ന് പകലിൽ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത് എന്തിനാണെന്ന് അറിയാമോ? നിന്റെ ലൈഫിൽ ഒരു ചേഞ്ച് വരാൻ പോകുന്നെന്ന്. ആമേൻ. നീയും ഗ്ലോറിയുമായി കണക്റ്റഡ് ആകുമ്പോൾ മുതൽ കാര്യങ്ങൾ തിരിയാൻ പോകുന്നെന്ന് നിന്നെ ബോധിപ്പിക്കാൻ ഇന്ന് പകലിൽ നിന്റെ സ്വർഗം ഇവിടെ നിർത്തിയിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മന്ത്രവാദത്തിന് തൊടാൻ കഴിയാത്ത വിധത്തിൽ, ആ വിചാരത്തിന് തൊടാൻ കഴിയാത്ത വിധത്തിൽ, പാരമ്പര്യത്തിന് ഇളക്കാൻ കഴിയാത്ത വിധത്തില് ആ ഗ്ലോറിയുടെ മാനിഫെസ്റ്റേഷൻ ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളുടെ മേൽ, വ്യക്തികളുടെ മേൽ ഇപ്പോൾ ചലിക്കുന്നു. ഗ്ലോറിയുടെ മാനിഫെസ്റ്റേഷൻ പ്രതികരിക്കാൻ കഴിയുന്നവർ കരങ്ങൾ അടിച്ച് ആത്മാവിലെ ദൂതനോട് പ്രതികരിച്ചോ. لا تباسك بهدنا غسيارتنا لم شجناتنا رغد الكمن غدغتني. ലാസറിന്റെ കല്ലറയ്ക്കൽ റിവീൽ ആയത് സെയിം ഗ്ലോറിയ. നാറ്റം വെച്ചെന്ന് സഹോദരി പറഞ്ഞു, നീ പുനരുത്ഥാനമാണെന്ന് എനിക്കറിയാം, ഒടുക്കത്തെ നാളിൽ അവന് ഉയർത്തെഴുന്നേക്കും. സഹോദരിക്ക് പോലും അറിയത്തില്ല അവന് എഴുന്നേൽക്കുമെന്ന്. പക്ഷെ അവിടെ മഹത്വം റിവീലായി. ഞാനൊരു പ്രവചനമായിട്ട് പറയാം. അടച്ചുറപ്പാക്കിയ കല്ലറകൾ പോലെയുള്ള ചില സാഹചര്യങ്ങളുടെ അകത്ത് ഗ്ലോറി റിവീലായാൽ, ചിലരുടെ കണക്കുകൂട്ടലുകളെ പൊളിച്ചിട്ട് നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരും. ഈ പകൽ അതാ ഇവിടെ സംഭവിക്കുന്നത്. ചിലരുടെ കണക്കുകൂട്ടലുകളെ ദൈവം പൊളിക്കുന്നു. ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിനക്കെതിരെ കണക്ക് കൂട്ടിയ ചില കണക്കെഴുത്തുകളെ, നമുക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്തുകളെ മായ്ച്ചു എന്ന് വായിക്കുന്നത് പോലെ ഇന്ന് പകലിൽ സ്വർഗം ചിലതിനെ മായ്ക്കുന്നു. ഹല്ലേലൂയ. ഇത് കൊതിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് എഴുന്നേറ്റ് നിന്ന്. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി പിടിച്ചോ. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക.
പ്രാർത്ഥിച്ചു തുടങ്ങി. അതരങ്ങളെല്ലാം തുറക്ക, അതരങ്ങളെല്ലാം തുറക്ക, അതരങ്ങളെല്ലാം തുറക്ക, അതരങ്ങളെല്ലാം തുറക്ക, അതരങ്ങളെല്ലാം തുറക്ക, അതരങ്ങളെല്ലാം തുറക്ക, അതരങ്ങളെല്ലാം തുറക്ക. ഉച്ചത്തിൽ പ്രാർത്ഥന. കഴിഞ്ഞ ഏതാണ്ട് 1.5 മണിക്കൂറായിട്ട് ഞാൻ പ്രസംഗിക്കുക. ഈ 1.5 മണിക്കൂറിനകത്ത് നിങ്ങൾ എന്താ കേട്ടത്? അത് പറ. ആ വചനം പറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കേ. എനിക്ക് ഗ്ലോറിയുമായിട്ടൊരു എൻകൗണ്ടർ വേണമെന്ന് പറ. ഉച്ചത്തിൽ പറഞ്ഞു. നിർബന്ധമായിട്ട് കണ്ണുകൾ അടയ്ക്കണേ, നിർബന്ധമായിട്ടും കണ്ണുകൾ അടയ്ക്കണം. ആരും ഇവിടെ കണ്ണുകൾ തുറന്നു നിൽക്കരുത്. ആമേൻ. അതെന്തിനാണെന്ന് ചോദിച്ചാൽ കർത്താവ് കേൾക്കണം നിങ്ങളുടെ പ്രാർത്ഥന. കർത്താവ് നമ്മുടെ ഒച്ചയല്ല കേൾക്കുന്നത്, നമ്മുടെ ഹൃദയത്തിനകത്ത് നിന്നുണ്ടാകുന്ന പിടച്ചിലിൽ നിന്ന് പുറത്തു വരുന്ന പ്രാർത്ഥനയാണ് കേൾക്കുന്നത്. തകർന്ന ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന പ്രാർത്ഥന. കർത്താവിനോട് പറ, എനിക്ക് ഗ്ലോറിയുമായിട്ടൊരു എൻകൗണ്ടർ വേണം. ഉച്ചത്തിൽ പ്രാർത്ഥിച്ചോ. നീണ്ട നാളുകൾ നീ അന്വേഷിച്ച അന്വേഷണങ്ങളുടെ പൂർത്തീകരണം സംഭവിക്കുവാൻ തുടങ്ങുന്നത് ഈ പ്രാർത്ഥനയ്ക്കകത്താണ്. നീ കൊതിച്ചില്ലേ കർത്താവേ, എങ്ങനെ എനിക്കൊരു മാറ്റം ഉണ്ടാകും? നീ ചിന്തിച്ചില്ലേ എങ്ങനെ എന്റെ ലൈഫ് ഒന്ന് തിരിയുന്നത്? ഈ ഫാസ്റ്റിംഗിന്റെ 20ാമത്തെ ദിവസം ആ ലൈഫിനെ തിരിക്കാൻ ഒരു ടിപ്പ് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരിക. കുഞ്ഞവാ, ഗ്ലോറിയുമായിട്ടൊന്ന് കണക്ട് ആക, കർത്താവിന്റെ മഹത്വവുമായിട്ട് നീ ഒന്ന് കണക്ട് ആക. കാര്യം തിരിയും. നിന്റെ പ്രോബ്ലത്തിനകത്ത് ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ഈ ഹാളിനകത്ത് അങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ചിലര് ചില എൻകൗണ്ടറുകളിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ പരിസരങ്ങളെ മറിക്കുന്നത് പോലെ ചില എൻകൗണ്ടറുകൾ ഓപ്പൺ ആകാൻ തുടങ്ങുന്നു. ചില കാതുകളിൽ ചില ശബ്ദങ്ങൾ കേൾക്കുന്നത് പോലെ ശരീരം മുഴുവൻ എന്തോ വന്ന് നിറയുന്നത് പോലെ, ഒരു മേഘത്തിനകത്ത് അകപ്പെട്ടാൽ എന്നതുപോലെ ചില എൻകൗണ്ടറുകൾ, ചില ദർശനങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ചിലരുടെ മുൻപിൽ ഓപ്പൺ ആകാൻ തുടങ്ങുന്നു. കർത്താവിനോട് പ്രാർത്ഥിച്ച് എന്നെ ആകമാനം തൊടണം. ഉച്ചത്തിൽ പ്രാർത്ഥിച്ചോ. പരിസരം മറന്ന് പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ. മോശ എപ്പോഴാ മുൾപ്പടർപ്പിന്റെ ചുവട്ടിൽ ചെന്നതെന്നറിയാമോ? ദൈവം ഇറങ്ങിയ സെയിം ദിവസം, ദൈവം ഇറങ്ങിയ സെയിം ടൈമിൽ, റൈറ്റ് പ്ലേസിൽ. ഇന്ന് പകലിൽ ചിലരോട് ഞാൻ പറയാം, നീ വന്ന് നിൽക്കുന്നത് ഒരു റൈറ്റ് ടൈമിലാണ്. നീ വന്ന് നിൽക്കുന്നത് ഒരു റൈറ്റ് പ്ലേസിലാണ്. നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യാൻ കൊതിക്കുന്ന ഒരു റൈറ്റ് ടൈമിൽ. പക്ഷേ ചില വർഷങ്ങൾക്ക് മുമ്പ് നീ കേട്ടില്ല ഒരു ചോദ്യം, നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതി കർത്താവ് ആക്കിയതാ. ആ ചോദ്യം ചോദിച്ചത് ഒരുപക്ഷെ കാലഘട്ടത്തിന്റെ പഴക്കത്തിൽ നീ മറന്നു കാണൂ. എന്നാൽ ആ ചോദ്യം ചോദിച്ചവരുടെ നടുവിൽ ഇപ്പോൾ വാ, നിന്നെ ഞാൻ ന്യായാധിപതിയായിട്ട് അയക്കാൻ പോവാ. നിന്നെ ഞാൻ കർത്താവ്, അതൊരു പ്രൊഫറ്റിക്കൽ വേർഡാണ്. നിന്നെ ഞാൻ കർത്താവായിട്ട് അയക്കാൻ പോകുകയാണ്. ചിലരോട് ഞാൻ ആത്മനിറവിൽ നിയോഗത്തിന്റെ ദൂത് പറയാ. നീ കേട്ട ചില ചോദ്യങ്ങൾ ഒരിക്കൽ നിന്റെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിച്ചു. നീ കേട്ട ചില സംഭവങ്ങൾ നിന്റെ മനസ്സിനെ വല്ലാതെ തകർത്തു കളഞ്ഞു. ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതെന്ന് പറയത്തക്ക വിധത്തിൽ നിന്റെ ജീവിതം തകർന്നു പോയി. എന്നാൽ അതിന്റെ നടുവിൽ, അതേ ചോദ്യം ചോദിച്ചവരുടെ നടുവിൽ നിന്നെ സ്വർഗം തിരിച്ചയക്കാൻ തുടങ്ങുന്ന അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ റൈറ്റ് ടൈമിലാണ് വന്നേക്കുന്നത്, നീ റൈറ്റ് പ്ലേസിലാണ് നിൽക്കുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കുഞ്ഞെ, ഇത് റൈറ്റ് ടൈമാണ്, ഇത് റൈറ്റ് പ്ലേസ് ആണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചോ. ആ തീ കത്തുന്ന കാഴ്ച എന്തെന്ന് കാണാൻ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ മോശ വരുന്നത് ദൈവം കണ്ടപ്പോൾ തീക്കകത്ത് നിന്ന് ദൈവം മോശയെ വിളിക്കുക. മോശേ
അതേ ക്രമത്തിൽ ചിലരുടെ പേര്, അതേ ക്രമത്തിൽ ചിലരുടെ പേര് ഇന്ന് പകലിൽ സ്വർഗം ഉച്ചരിക്കുവാൻ തുടങ്ങുന്നു. എത്ര പേര് ആത്മാവിൽ പ്രാർത്ഥിക്കുക? എത്ര പേര് ആത്മാവിൽ പ്രാർത്ഥിക്കും? കർത്താവിനോട് പറ, എന്റെ പേരൊന്ന് വിളിക്കണം, എന്റെ പേരൊന്ന് വിളിക്കണം. എത്ര പേർ പ്രാർത്ഥിക്കും? ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക, ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക. ഒത്തിരി നുറുങ്ങിയിട്ടുണ്ട്, ഒത്തിരി വേദനിച്ചിട്ടുണ്ട്, ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്റെ പേരൊന്ന് വിളിക്കാൻ. ഇന്നിടത്തെ മൂടുതേ ഒരു മഹിമയിൻ മേഘം, இந்த ஜனத்தை மூடுதே ஒரு மகிமையின் மேகம், இந்த இடத்தை மூடுதே ஒரு மகிமையின் மேகம், இந்த ஜனத்தை மூடுதே. விலகாத மேகம் நீ, முன் செல்லும் மேகம் நீ, விலகாத மேகம் நீ, முன் செல்லும் மேகம் நீ. ஆவியானவரே, அன்பின் ஆவியானவரே, 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 ஒரு மகிமையின் மேகம் இந்த இடத்தை மூடுதே ஒரு மகிமையின் மேகம், இந்த ஜனத்தை மூடுதே ஒரு மகிமையின் மேகம், இந்த இடத்தை மூடுதே ஒரு மகிமையின் மேகம், இந்த ஜனத்தை மூடுதே. விலகாத மேகம் நீ, முன் செல்லும் மேகம் நீ, விலகாத மேகம் நீ, முன் செல்லும் மேகம் நீ. ஆவியானவரே, அன்பின் ஆவியானவரே, ஆவியானவரே, தெளிவின் ஆவியானவரே, ஆவியானவரே, அன்பின் ஆவியானவரே, ஆவியானவரே, தெளிவின் ஆவியானவரே. പ്രിയരേ, ഞാൻ പറഞ്ഞത് ഈ ഫ്യൂച്ചർ ഗ്ലോറിയുടെ ഈ പ്രസന്റ് ടൈമിലുള്ള ചലന, വാസ്തവത്തിൽ ഈ ഫ്യൂച്ചർ ഗ്ലോറിയുടെ ഫൈനൽ ലെവൽ എന്താണെന്നറിയോ? ഫ്യൂച്ചർ ഗ്ലോറിയുടെ ഫൈനൽ ലെവല് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നാം എല്ലാവരും തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. കാണിച്ച വാക്യം കാണിച്ചേ. തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച്, ആ വാക്യത്തിൽ നോക്കിയേ, എല്ലാവരും കൂടെ പറഞ്ഞേ, അതേ പ്രതിമയായി. ഒന്നുകൂടെ പറ. തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ചിട്ട്, ഇങ്ങോട്ട് ശ്രദ്ധിക്കേ, അത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. ലോർഡ്സനും ഞാനും തമ്മിൽ വ്യത്യാസമുണ്ടോ? മിണ്ടുന്നില്ല. ഞങ്ങൾ തമ്മിൽ വ്യത്യാസമില്ലേ? ഉണ്ട്. ഉയരം കൊണ്ട് വ്യത്യാസമുണ്ട്, പ്രായം കൊണ്ട് വ്യത്യാസമുണ്ട്, വണ്ണം കൊണ്ട് വ്യത്യാസമുണ്ട്, ഒക്കെ ഉണ്ട്. അതേ പ്രതിമയായി രൂപാന്തരപ്പെടും എന്ന് പറയുമ്പോൾ, ഞാൻ ലോർഡ്സിനെ കണ്ടിട്ടെന്ന് പറയും, ഞാൻ ലോർഡ്സിനെ കാണുമ്പോ റെജി ലോർഡ്സിനെ പോലെ അങ്ങാകും. ഇപ്പൊ അറിയത്തില്ല ലോർഡ്സൻ ആരാ, റെജി ആരാ. അതാ പറയുന്നേ. നിങ്ങൾ നോക്കിക്കേ, വാക്യം നോക്കിക്കേ. കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. ഓ, നിങ്ങൾ കണ്ണാടി നിങ്ങളുടെ മുഖം നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഇന്ന് എത്ര പ്രാവശ്യം നോക്കി ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ്? കണ്ണാടി മുഖം നോക്കുമ്പോ, അവന്റെ പേരെന്തോടാ? ജെഫ്രി.
ജെഫ്രി കണ്ണാടി നോക്കുമ്പോൾ റെജിയുടെ മുഖമാണ് കാണുന്നത്. പിന്നെ ജെഫ്രിയുടെ മുഖം. പക്ഷെ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവർ. നമ്മൾ ഗ്ലോറിയെ പ്രതിഫലിപ്പിക്കും. കാരണം നമ്മൾ കർത്താവിന്റെ ആത്മാവിന്റെ ആ ദാനമായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി 20 ദിവസം എന്തിനാ ബിജു പാസ്റ്ററെ ഇവിടെ ഈ കോടലോണയ്ക്ക് ഉപവസിച്ചത്? നിങ്ങളെ കൈയടിപ്പിക്കാൻ മാത്രമൊന്നുമല്ല, അതേ പ്രതിമയായി നിങ്ങളെ മാറ്റുന്ന ഒരു ദിവസം ഉണ്ടെന്ന്. അതിനായി നിങ്ങളെ ഒന്ന് ഒരുക്കാൻ വേണ്ടിയല്ലേ? നിങ്ങളൊന്ന് കണ്ടേ, നിങ്ങൾ കർത്താവിനെ പോലെ ആകുന്ന കാഴ്ച. 1, 2, 3 വാക്യങ്ങളോടെ പറയാനുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായം 47, 48 വായിക്കുമ്പോ, ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകും. 1 കൊരിന്ത്യർ 15:48. മണ്ണുകൊണ്ടുള്ളവരെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ. കമാൺ, സ്വർഗീയനെ പോലെ. സ്വർഗീയനാരാ? നമ്മുടെ കർത്താവ്. അവനെ പോലെ നമ്മൾ ആകുമെന്ന്. ഗ്ലോറിയുടെ ഫൈനൽ ലെവൽ അതാണ്. നമ്മൾ നമ്മുടെ കർത്താവിനെ പോലെയാകും. എന്റെ ബിജു പാസ്റ്ററെ, കഴിഞ്ഞ ഒരു 10 വർഷത്തിനകത്ത് ഞാൻ ചാടി പ്രസംഗിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഇന്ന് എനിക്ക് ചാടാനൊക്കെ തോന്നുന്നുണ്ട്. നമ്മൾ സ്വർഗീയനെ പോലെയാകും. പകരവരെ നിങ്ങളെ കണ്ണുകൊണ്ടൊന്ന് കണ്ടു നോയിക്കേ, സ്വർഗീയനെ പോലെ നിങ്ങൾ ആകുമെന്ന്. അതിലെ വളരെ ശ്രദ്ധേയമായ ഒരു വാക്യം 1 യോഹന്നാൻ 3:2. എനിക്ക് ഇതെല്ലാം ഇങ്ങനെ സമയം എടുത്ത് പ്രസംഗിക്കേണ്ടതാ. ഞാൻ നോക്കിയപ്പോ 1:30 ഇവിടെ സമയം എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അങ്ങ് ക്ലോസ് ചെയ്യണമെന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ ഭാഗം പ്രസംഗിച്ചാലേ. 1 യോഹന്നാൻ 3:2 നോക്കിയ, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശ്യന്മാരാകും. നിങ്ങൾ യേശു എന്ന് പറയുമ്പോ ചിത്രത്തിൽ കാണുന്ന യേശു എന്ന് ചിന്തിക്കരുത് കേട്ടോ. മൈക്കലാഞ്ചലോടെ യേശു അത്. മൈക്കലാഞ്ചലോ യേശുവിനെ വരയ്ക്കാൻ ഇരുന്നപ്പോ അയാൾക്ക് തോന്നി യേശു ഇങ്ങനെ ആയിരിക്കുന്നു. പുള്ളി അങ്ങനെ വരച്ചു വെച്ചതാ. ഡാവിഞ്ചി വരച്ചിട്ടുണ്ട് യേശുവിനെ. അവർക്ക് തോന്നിയ ഒരു കലാസൃഷ്ടിയാ. ഇവിടെ ഇപ്പൊ എത്ര ക്യാമറ ഉണ്ട്? സ്വതന്ത്രം. ഈ ക്യാമറയും കൊണ്ടൊന്നും പിക്ചർ എടുത്തതല്ലോ. അവര് കണ്ടിട്ടും ഇല്ലല്ലോ. അവർക്ക് തോന്നി യേശു ഇങ്ങനെ. ആരാണ് ഈ ചിത്രത്തിൽ കാണുന്ന യേശു? പക്ഷെ നമ്മൾ ആരാധിക്കുന്ന യേശു ആരാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരാധിക്കുന്ന യേശു ആരാന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ യേശുവിന്റെ രൂപം എന്ന് പറയും. യോഹന്നാൻ പത്മോസിൽ കണ്ടത്. യോഹന്നാൻ പത്മോസിൽ യേശുവിനെ കണ്ടു, മരിച്ചവനെ പോലെ. അവന്റെ മുമ്പിൽ വീണുപോയി. കർത്തൃ ദിവസത്തിൽ ആത്മവിഭജന എന്നോട് സംസാരിച്ച നാദം എന്താന്ന് കേൾപ്പാൻ ഞാൻ തിരിഞ്ഞു നോക്കി. യോഹന്നാൻ കാണുകയാണ്. ഞാൻ ഓർഡറിൽ പറയും, അവന്റെ തലമുടി വെളുത്തു പഞ്ഞി പോലെ ഹിമത്തോളം വെണ്മ. അവന്റെ കണ്ണ് അഗ്നിജ്വാല. മലയാളം ബൈബിളിൽ അഗ്നിജ്വാല പോലെ എന്നാ, അഗ്നിജ്വാല. അഗ്നിജ്വാല ശരിക്കും അഗ്നിജ്വാലയാണ് അവന്റെ കണ്ണ്. ഫയർ ഇൻ ഹിസ് ഐസ്. അവന്റെ കണ്ണിൽ അഗ്നിജ്വാല. അവന്റെ മാറത്ത് പൊൻകച്ച. അവന്റെ കയ്യിൽ 7 നക്ഷത്രങ്ങൾ. അവന്റെ കാല് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം.
അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ഇതാ യോഹന്നാൻ പറയുന്നേ, അവൻ ഇരിക്കുന്നത് പോലെ കാണും. ദാവഞ്ചി വരയ്ക്കുന്നത് പോലല്ല. യേശു എങ്ങനാണോ ഇപ്പോ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ഇരിക്കുന്നത്, അതുപോലെ കാണും. കണ്ടാൽ ഞാൻ അവനോട് സദൃശ്യനാകും. ഇതാ ഗ്ലോറി, ഇതാ ഗ്ലോറി. സോദര, ഇടയ്ക്കിടയ്ക്ക് കരയുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നേ. സോദര, ഇടയ്ക്ക് ഒത്തിരി പ്രാവശ്യം കരഞ്ഞില്ലേ? കണ്ണ് തുടയ്ക്കുകയും കണ്ണീരൊഴുകുകയും ഒക്കെ ചെയ്യുന്ന ഞാൻ കണ്ടു. ഞാൻ അനുമാനിക്കാം 10-25 വയസ്സ് കാണും, ഇല്ലയോ? 70 ഹല്ലേലൂയ. 70-കാരൻ അച്ചായൻ. അമ്മേ സോദര, 70-കാരൻ അച്ചായൻ. പ്രായത്തിന്റെ എല്ലാ ബലഹീനത ഈ ശരീരത്തിലുണ്ട്. പക്ഷെ ഈ അച്ഛന്റെ പേരെന്നാ? സുരേന്ദ്രൻ അച്ചായന് യേശുവിനെ യേശു ഇരിക്കുന്നത് പോലെ കാണും. അന്ന് സുരേന്ദ്രൻ അച്ചായൻ 70-കാരനായിട്ട് ഇരിക്കുമെന്നല്ല, യേശു ഇരിക്കുന്നത് പോലെ തന്നെ അവനെ കണ്ട അച്ഛൻ യേശുവിനെ പോലെയാകും. ഇതാ ഗ്ലോറി, ഇതാ ഗ്ലോറി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങോട്ട് പാടിക്കേ. ചില ആളുകൾ ചോദിക്കും, പാസ്റ്ററെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യമൊക്കെ മനസ്സിലായി, പക്ഷെ ഇത് ശരീരത്തിലാണോ? ശരീരത്തിലാണോ? ഇത് ശരീരത്തിലാണോ സംഭവിക്കുന്നത്? എന്റെ പുസ്തകം പറയുന്നത് ശരീരത്തിലാണെന്ന്. നമ്മുടെ ബോഡിയിൽ ഇത് സംഭവിക്കുമെന്ന് എന്റെ പുസ്തകം പറയുന്നു. അതെവിടാണെന്ന് ഞാൻ പറയാം. ഫിലിപ്പിയ ലേഖനം 3:21. സ്തോത്രം. ഒന്ന് നോക്കിക്കോ സ്ക്രീനിലേക്ക്. അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട്. ബാക്കി എല്ലാരും കൂടെ ചേർന്ന് ഉച്ചത്തി വായിക്കണം. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തോ. അപ്പൊ നിങ്ങൾ പറ, ശരീരത്തിൽ മാറ്റം വരുമോ? കമോൺ, ശരീരത്തിൽ മാറ്റം വരുമോ? ശരീരത്തിൽ മാറ്റം വരുമോ? ഇതാ പൗലോസ് പറയുന്നത്, മഹത്വം പ്രാപിപ്പാനാ വിളിച്ചത്. 11 മക്കളിൽ 8 മക്കൾ മരിച്ചുപോയ ഒരു കർത്തൃദാസനുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ പേര് CS മാത്യു, ഫാസ്റ്റർ CS മാത്യു. അദ്ദേഹം എഴുതി ഒത്തിരി പാട്ടുകൾ. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്ന ഇല്ല പ്രത്യാശ മറ്റൊന്നിലും, അങ്ങനെ തുടങ്ങിയ ഒരുപാട് 8 മക്കൾ മരിച്ച ഈ കർത്തൃദാസൻ ഒരിക്കല് ഈ മഹത്വത്തിന്റെ വെളിപ്പാടിൽ അദ്ദേഹം പാടിയ ഒരു പാട്ടുണ്ട്. സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെളിയത്തില്ല. ഇതുപോലുള്ള നഷ്ടങ്ങൾ വല്ലതും നമുക്കുണ്ടായിട്ടുണ്ടോ?
ക്രൈസ്തവ പാരമ്പര്യം അനുസരിച്ച് അപ്പൻ മരിക്കുമ്പോ മക്കൾ അടക്കണം. പക്ഷെ ഇവിടെ അപ്പൻ 8 മക്കളെ അടക്കി. ദൈവ മനുഷ്യൻ പറയുക, മണ്ണെ പ്രതി മാണിക്യം വെടിയത്തില്ല. ഇതിന്റെ ക്ലോസിംഗ് ടൈമിൽ ഞാൻ നിങ്ങളോട് പറയാ, നമ്മുടെ മുന്നിൽ കാണുന്നതെല്ലാം മണ്ണ്, മാണിക്യ ഗ്ലോറി കളയരുത്, കളയരുത്. 20ാമത്തെ ദിവസം ഫാസ്റ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങത്തില്ലേ? നിങ്ങൾ ഇവിടുന്ന് പോകത്തില്ലേ? നിങ്ങളുടെ ഈ യാത്രക്കകത്ത് നിങ്ങൾ നിരന്തരമായി പറയണം, മണ്ണെ പ്രതി മാണിക്യം വെടിയത്തില്ല, മണ്ണെ പ്രതി മാണിക്യം വെടിയത്തില്ല. ദയവായി ആ കണ്ണുകളെല്ലാം ഒന്നടച്ച്, എല്ലാ കണ്ണുകളും ഒന്നടച്ച്, എല്ലാ കണ്ണുകളും ഒന്നടച്ച്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനു മുൻപ് നമ്മളൊരു ഡിസിഷനിലേക്ക് ഒന്ന് വരാൻ പോവാ. ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ മണ്ണെ പ്രതി മാണിക്യം വെടിയത്തില്ല, മണ്ണെ പ്രതി മാണിക്യം വെടിയത്തില്ല, ഞാൻ മണ്ണെ പ്രതി മാണിക്യം വെടിയത്തില്ല. ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക, ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക, ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക, ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക. ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ, ഉറച്ച തീരുമാനങ്ങൾ, ഉറച്ച തീരുമാനങ്ങൾ, ഉറച്ച തീരുമാനങ്ങൾ, ഉറച്ച തീരുമാനങ്ങൾ, ഉറച്ച തീരുമാനങ്ങൾ. ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ, ഉറച്ച തീരുമാനങ്ങൾ. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും. എല്ലാവരും കൂടെ ചേർന്നൊന്ന് പാടിക്ക. പേർ വിളിക്കും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. സമയങ്ങൾ നമുക്ക് ആരാധിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മുൻപോട്ട് വരാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻപോട്ട് വരാം. സ്തോത്രം, മുൻപോട്ട് വരാം. ഈ പകലിൽ ഈ ഗ്ലോറിയുടെ ഒരു സ്പർശനം ചിലരുടെ മേൽ ഉണ്ടാകാൻ പോവുകയാണ്. ഗ്ലോറിയുടെ സ്പർശനം ചിലരുടെ മേൽ ഉണ്ടാകാൻ പോവുകയാണ്. ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിക്കുക, ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിച്ചു, ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഇടത്തും വലത്തും മുൻപിലും പിൻപിലും നിൽക്കുന്നവരെ ശ്രദ്ധിക്കണ്ട. ഇടത്തും വലത്തും മുൻപിലും പിൻപിലും നിൽക്കുന്നവരെ ശ്രദ്ധിക്കണ്ട. കർത്താവിനോട് പറ, കർത്താവേ എനിക്ക് ഒരു പകർച്ച വേണം. ഇന്ന് പകലിൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക, എനിക്കൊരു പകർച്ച വേണം, എനിക്കൊരു പകർച്ച വേണം. യേശുവിന്റെ നാമത്തിൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക, ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക, ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക, ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ എനിക്കൊരു പകർച്ച വേണം. ഓ, ഒരു സാധാരണ പകർച്ചയല്ല, ഒരു ഗ്ലോറിയസ് നിറവ്, ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള നിറവ് എനിക്ക് ഇന്ന് രാത്രി, ഇന്ന് പകലിൽ വേണം. ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക, ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക, ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ നീണ്ട ചില നാളുകളായി നിങ്ങൾ അനുഭവിക്കുന്ന ചില സംഘർഷങ്ങൾ വേഗം നിങ്ങളിൽ നിന്ന് മാറുന്നത് പോലെ, വേഗം നിങ്ങളിൽ നിന്ന് മാറുന്നത് പോലെ ദൈവത്തിന്റെ മഹത്വം ഇന്ന് ആമേൻ പകലിൽ നിനക്ക് വേണ്ടി സ്വർഗം അയച്ചു തുടങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഉച്ചത്തിൽ പ്രാർത്ഥിരെ, ഉച്ചത്തിൽ പ്രാർത്ഥിരെ, ഉച്ചത്തിൽ പ്രാർത്ഥിരെ, ഉച്ചത്തിൽ പ്രാർത്ഥിരെ. കർത്താവേ, മഹത്വം ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യണം. എന്റെ ലൈഫിൽ മഹത്വം ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യണം. എന്റെ ലൈഫിൽ മഹത്വം ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യണം. എന്റെ ലൈഫിലെ മഹത്വം ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യണം. എനിക്ക് നല്ല ബോധ്യമുണ്ട്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങളുടെ ഉച്ചത്തിൽ അത് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുകയാണെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങളുടെ അധരത്തിന്റെ മേൽ ഒരു സ്പർശനം ഉണ്ടാകാൻ പോകുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കുഞ്ഞേ, നിന്റെ ആദരത്തിന്റെ മേലൊരു സ്പർശനം. സഹോദരിയെ, നിന്റെ ആദരത്തിന്റെ മേലൊരു സ്പർശനം. സഹോദരനെ, നിന്റെ ആദരത്തിന്റെ മേലൊരു സ്പർശനം. വാതുറക്ക്, വാതുറക്ക്, വാതുറക്ക്. ബൈബിൾ പറയുന്നു, നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക, ഞാനതിനെ നിറയ്ക്കും. ഇന്ന് പകലിൽ വായ വിസ്താരത്തിൽ തുറന്ന്, വായ വിസ്താരത്തിൽ തുറന്ന്, വായ വിസ്താരത്തിൽ തുറന്ന്
ഒരുമിച്ച് പ്രാർത്ഥിരെ, ഒരുമിച്ച് പ്രാർത്ഥിരെ, ഒരുമിച്ച് പ്രാർത്ഥിരെ. മോശയോട് ആവർത്തിച്ച് ദൈവം പറഞ്ഞു ഒരു കാര്യമുണ്ട്. ജനത്തെ കൂട്ടിവരുത്തുക, ജനത്തെ കൂട്ടിവരുത്തുക. കാഹളഭൂതി ജനത്തെ കൂട്ടിവരുത്തി. ഇന്ന് പകലിൽ അതേ ക്രമത്തിൽ ഈ ഫാസ്റ്റിംഗിന്റെ അവസാനത്തെ മിനിറ്റുകളിൽ അവൻ ജനം ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോ, ഇത്രയും കർത്തൃദാസന്മാർ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോ ആ ഗ്ലോറി ഇവിടെ മാനിഫെസ്റ്റേഷൻ. ഒത്തിരി കരഞ്ഞവർ, ഒത്തിരി നിരാശപ്പെട്ടവർ, ഒത്തിരി വേദനിച്ചവർ, ഒത്തിരി സംഘർഷം അനുഭവിച്ചവർ, ഒത്തിരി പ്രതിസന്ധിയിലൂടെ പോയവർ ഈ പകലിൽ നിനക്ക് വേണ്ടി സ്വർഗ്ഗമ ഗ്ലോറിയേ വായി തുറന്ന് ചോദിക്കുക. കർത്താവിന്റെ ദാസന പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ അവൻ യേശുവിന്റെ നാമത്തിൽ അവൻ എത്രത്തോളം ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമോ അത്രത്തോളം ശബ്ദം ഉയർത്തി ചോദിക്കുക കർത്താവിനോട്. എന്നെ നിറയ്ക്കുമ്പോ അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ. അതേ ക്രമത്തിൽ ഈ പകലിൽ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേൽ കൃപയല്ല, കൃപയ്ക്കുമേൽ കൃപ. പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന ആമേൻ ഇവിടെ ഉയരുമ്പോൾ തന്നെ ചിലരെ കർത്താവ് ആത്മനിറവിൽ നിറയ്ക്കുന്നു. ഇതുവരെ സംസാരിക്കാത്ത ചില വാക്കുകൾ നിന്റെ ആദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പോലെ, ഇതുവരെ പറയാത്ത ചില ഭാഷ നിന്റെ ശബ്ദത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പോലെ ഈ പകലിൽ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ പകലിൽ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുന്നു. ചില ആദരങ്ങളെ നിറയ്ക്കുന്നു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ, അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്നതുപോലെ യേശുവിന്റെ നാമത്തിൽ ഈ പകലിൽ അന്യഭാഷകൾ ചിലരുടെ ആദരത്തിന് മേൽ കർത്താവിന്റെ ആത്മാവ് പകരുന്നു. പ്രതികരിക്കുക. യേശുവിന്റെ നാമത്തിൽ വിക്കി പറയുന്ന ആദരങ്ങളാൽ അന്യഭാഷയാൽ ഞാൻ ഈ ജനത്തോട് സംസാരിക്കുമെന്നതുപോലെ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഉച്ചത്തിൽ പ്രാർത്ഥിക്കട്ടെ. അത് സംഭവിക്കട്ടെ. വലിയ നിറവുകൾ യേശുവിന്റെ നാമത്തിൽ. വലിയ നിറവുകൾ സാധാരണമായതല്ല. വലിയ നിറവുകൾ ചില ഇംപർട്ടേഷനുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ചലിക്കട്ടെ. ചില ഇംപർട്ടേഷനുകൾ യേശുവിന്റെ നാമത്തിൽ ഈ പകലിൽ ചലിക്കട്ടെ. ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില ഇംപർട്ടേഷനുകൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ഇംപർട്ടേഷനുകൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കൂട്ടസൗഖ്യങ്ങൾ. ഒരുമിച്ച് കരങ്ങളടിക്കാമെങ്കിൽ കരങ്ങളടിച്ച് ഒരുമിച്ചൊന്ന് ആരാധിച്ചാട്ടെ. ഇതിനകത്ത് കൂട്ടസൗഖ്യങ്ങൾ സംഭവിക്കുന്നത് പോലെ Oh,
ശുശ്രൂഷയിൽ ഒരുപാട് സന്തോഷം. ഒരു ചെറിയ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് കർത്താവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ കരങ്ങളും നീട്ടിയാട്ടെ, എല്ലാ കരങ്ങളും നീട്ടിയാട്ടെ. ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക്, ലക്ഷങ്ങൾക്ക്, കോടിക്കണക്കിന് ജനത്തിന് ഈ ശബ്ദം ഒരു അനുഗ്രഹമാവട്ടെ. ഈ ശബ്ദം ഒരു അനുഗ്രഹമാകട്ടെ. നിത്യമായി കണക്ട് ചെയ്യാൻ ആയിരങ്ങൾ, പതിനായിരങ്ങൾ തൻ്റെ വാക്കുകൾ കൊണ്ട് ദൈവം ആമേൻ തന്നെ ഉപയോഗിക്കട്ടെ. എത്ര പേര് പ്രാർത്ഥിക്കും? അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ചേ, തൻ്റെ കുടുംബത്തെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ. നമ്മുടെ നടുവിൽ വന്നുപോയ എല്ലാ അഭിഷിക്തന്മാരെയും നമ്മൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിട്ടു. തന്നെയും നമ്മൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിടാൻ പോകുകയാ. ഈ പുൽപ്പിറ്റിൽ നിന്നും ഇറങ്ങി അടുത്ത പുൽപ്പിറ്റിലോട്ട് താൻ കയറുമ്പോൾ ഇന്നലകളിൽ നിന്നതുപോലെയല്ല, ഒരു പുതിയ അഭിഷേകത്തോടെ, ഒരു പുത്തൻ ശക്തിയോടെ, ഒരു പുതിയ നിറവോടെ ദൈവത്തിന്റെ അഭിഷേകത്തിന് ദൈവം നിർത്തുവാൻ അവൻ തന്നെ ഏൽപ്പിക്കപ്പെട്ട ദൈവസഭ അവൻ എണ്ണത്തിൽ പെരുകുവാൻ, ദൈവസഭ വർദ്ധിക്കപ്പെടുവാൻ, അവൻ ഒരു വലിയ അഭിഷേകം ദൈവം പകരുവാൻ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അവൻ തന്നെ ഏൽപ്പിക്കപ്പെട്ട സഭക്കകത്ത് എണ്ണം വർദ്ധിക്കട്ടെ. ആയിരങ്ങൾ, പതിനായിരങ്ങൾ ആ സഭക്കകത്ത് ഓടിക്കൂടട്ടെ. അവൻ വലിയൊരു ഇമ്പാർട്ടേഷൻ ഇന്ന് മകൾ തന്റെ ദാസനമേ ദൈവം പകരട്ടെ. സ്വർഗീയ പിതാവേ, ദൈവസഭയായി ഞങ്ങൾ അങ്ങയുടെ അഭിഷിക്തനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വഴിയാത്രയിൽ അപ്പന്റെ കൃപ കൂടെ ഉണ്ടാകണമേ. ദൂതന്മാരുടെ കാവലുണ്ടാകണമേ. കുടുംബത്തെ അനുഗ്രഹിക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് അനുഗ്രഹമായതുപോലെ പതിനായിരങ്ങൾക്ക് കർത്താവേ നിന്റെ പുത്രൻ ഒരു അനുഗ്രഹമായി തീരും. മഹത്വമെല്ലാം അറിയിക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കൂടി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. സ്വർഗീയ പിതാവേ, ഇത്രത്തോളം ദിവസം ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ ഇരിപ്പാൻ അങ്ങ് കൃപ തന്നതുകൊണ്ട് നന്ദി. ഞങ്ങളുടെ നടുവിൽ അഴച്ച എല്ലാ ദൈവദാസന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരെല്ലാം അനുഗ്രഹിച്ചാണ്. മഹത്വമെല്ലാം അങ്ങേക്ക് ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാമേശുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സംസർഗവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും ഉപവസിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും ശുശ്രൂഷകർത്താവിന്റെ ദാസനോടും കർത്താവിന്റെ സാന്നിധ്യവും കൃപയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യകാശം വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ആമേൻ. യേശുവേ വരണമേ.